بسم الله الرحمن الرحيم ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവന്റെ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും നാം ദുആ ചെയ്യാമെന്ന് ഏറ്റെടുത്തവർക്കും നമുക്ക് ജീവിതത്തിൽ കടപ്പാടുള്ളവർക്കും എല്ലാം അല്ലാഹു തആല അവന്റെ വിശുദ്ധ ഖുർആനിനെ അർഹമായി ഉൾക്കൊള്ളാനും അതിന്റെ താല്പര്യങ്ങൾ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും ഖുർആനിന്റെ ആളുകളും അതിന്റെ സ്വന്തക്കാരുമായ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ലൈവ് വരുന്നത് വരെയുള്ള സമയം ഖുർആൻ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ആയത്തിൽ, അതായത് 108-ാമത്തെ ആയത്ത് സൂറത്തുൽ ബഖറയുടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജൂതന്മാരും അതേപോലെ സത്യനിഷേധികളായിട്ടുള്ള പലരും പണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് ധിക്കാരപരമായ ചോദ്യങ്ങൾ ചോദിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന മോശമായ സമീപനത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും അത് അബദ്ധമാണ് എന്ന് ഉണർത്തുകയും ചെയ്തു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല 109-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നത് വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന് അധിക പേരും ആഗ്രഹിക്കുന്നു, ലൗ യറുദ്ദൂനക്കും, നിങ്ങളെ അവർക്ക് മടക്കാൻ സാധിച്ചെങ്കിലെന്ന്, മിൻ ബഅദി ഈമാനിക്കും, നിങ്ങൾ വിശ്വാസികളായതിനു ശേഷം, കുഫാറൻ, അവിശ്വാസികളാക്കി മടക്കാൻ സാധിച്ചെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിൽ നിലകൊള്ളുന്ന ഒരു സമൂഹത്തിനെ ആ വിശ്വാസത്തിന്റെ സുതാര്യമായ മാർഗങ്ങളിൽ നിന്ന് തെറ്റിച്ച് അവിശ്വാസത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന്, അതിന് സാധിക്കണേ എന്ന ആഗ്രഹവുമായി ചാക്കുമായി നടക്കുന്നു ഈ വേദക്കാരായ പലരും. എന്തുകൊണ്ടവർ വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വന്നവരെ അതിൽ സപ്പോർട്ട് ചെയ്യുകയും അവരുകൂടി ആ നന്മയുടെ ഭാഗത്തേക്ക് കടന്നു വരുന്നതിന് പകരം നന്മയിലെത്തിപ്പെട്ടവരെ തെറ്റിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ ഭാഗത്ത് നിന്നുള്ള അസൂയ കാരണത്താലാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഈ വിശ്വാസികൾ അങ്ങനെ നന്നായിക്കൂടാ, അവർ സന്തോഷകരമായ അവസ്ഥയിൽ എത്തിക്കൂടാ എന്ന അസൂയയാണ് അവരതിന് പ്രേരിപ്പിക്കുന്നത്. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, ആ തെറ്റുകൾ അവർ ആവർത്തിക്കുന്നത് അവർക്ക് സത്യം വ്യക്തമായതിനു ശേഷമാണ് താനും. അവിടെയാണ് ഗൗരവം കടന്നു വരുന്നത്. ഇസ്ലാം ശരിയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയായ പ്രവാചകരാണ്, അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് എന്നിങ്ങനെയുള്ള സത്യങ്ങളൊക്കെ വ്യക്തമായി ബോധ്യപ്പെട്ടതിനു ശേഷമാണ് ആ സത്യത്തിലേക്ക് കടന്നു വന്ന വിശ്വാസികളെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണമേ എന്ന ആഗ്രഹവുമായിട്ട് വേദക്കാര് നടക്കുന്നത്. ഫഅഫു വസ്ഫഹു, അതുകൊണ്ട് നബിയെ മുസ്ലിമീങ്ങളോടും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു പറയുന്നു, നിങ്ങൾ അവർക്ക് മാപ്പ് ചെയ്യുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുക. ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു തആല അവന്റെ കാര്യം കൊണ്ടുവരുന്നത് വരെ. വെച്ചാൽ ഇത് ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പനയായിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നെ കടന്നു വരാം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സത്യനിഷേധത്തിന്റെ ആളുകളുടെ ഒരു പൊതു സ്വഭാവം,
അത് വേദക്കാരുടെ ശൈലിയായിട്ട് ഇവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ പൊതുവിൽ സത്യനിഷേധികളുടെ ഒക്കെ ഒരു നിലപാട് ഇങ്ങനെ തന്നെയാണ്. ഒരാൾ അബദ്ധത്തിൽ ചെന്നുപെട്ടാൽ ആ അബദ്ധത്തിലേക്ക് ബാക്കിയുള്ളവരെ കൂടെ വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പരമാവധി അവൻ പരിശ്രമിക്കും. ആ പരിശ്രമം നന്നായിട്ട് അയാൾ തുടരും. അതിനുവേണ്ടി എത്ര സമയവും ചെലവാക്കും, അതിനുവേണ്ടി എത്ര പണവും ചെലവാക്കും. അതൊരു ശൈലിയാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ് എല്ലാ കാലഘട്ടത്തിലും. എന്നാൽ വേദക്കാരെ പറ്റി അള്ളാഹു തആല ഇവിടെ പറഞ്ഞ ഈ ആയത്ത് 109-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഏലം നീ മനസ്സിലാക്കണം, അന്ന ഹാദാ ഹുവൻ നൗഉ സാലിസു മിൻ കൈദിൽ യഹൂദി മഅൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളോട് ജൂതന്മാർ കാണിച്ചിരുന്ന ചതികളുടെ കൂട്ടത്തിലെ മൂന്നാമത്തെ ഇനമാണിത്. നേരത്തെ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുക, അതേപോലെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള നിലപാടുകളെ അവർ നിരാകരിക്കുക തുടങ്ങിയിട്ടുള്ള സംഗതികൾ. വദാലിക, അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ലിഅന്നഹു റുവിയ അന്ന ഫൻഹാസ് ഇബ്നു ആസൂറ വസൈദ് ഇബ്നു ഖൈസിൻ വനഫറൻ മിനൽ യഹൂദി ഖാലൂ ലിഹുദൈഫത ബിനുൽ യമാനി വഅമ്മാർ ബിൻ യാസിരിൻ ബഅദ വഖഅത്തി ഉഹദ് റളിയല്ലാഹു അൻഹു, ഉഹദ് യുദ്ധം നടന്നതിന് ശേഷം അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനോടും അതേപോലെ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോടും ഫൻഹാസ് ഇബ്നു ആസൂറ, സയ്യിദ് ഇബ്നു ഖൈസ് അടക്കമുള്ള കുറെ ജൂതന്മാർ അവര് സംസാരിച്ചു. ആ സംസാരത്തിൽ അവര് പറഞ്ഞു, എന്താ പറഞ്ഞത്? അലം തറൗമ അസാബക്കും, നിങ്ങൾക്ക് സംഭവിച്ച ഈ ദുരന്തം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അതായത് ഉഹദില് ഇടക്കെന്തുണ്ടായല്ലോ, ഒരു ചെറിയ ഒരു തിരിച്ചടി മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായല്ലോ. അത് ഒരു പോരാട്ടം നടക്കുമ്പോ ഇടക്ക് 4 തല്ല് ഇങ്ങോട്ടും കിട്ടും എന്നതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യേണ്ടയില്ല, അതിനെ കാണേണ്ടയില്ല. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഉഹദ് പറഞ്ഞത് ഒരു തോറ്റ യുദ്ധമായിട്ട് വിലയിരുത്തപ്പെടുന്നത് ശരിയുമല്ല. മറിച്ച് ഉഹദ് യുദ്ധത്തിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഉഹദ് യുദ്ധത്തിന്റെ ആദ്യത്തിലും അവസാനത്തിലും ഒക്കെ മുസ്ലിമീങ്ങൾ അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവും വിജയവും ആഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്കൊരു ചെറിയ ഒരു മ്ലാനതയുണ്ടായി ഈ സംഭവത്തിൽ. അതിന്റെ കാരണം ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോഴുണ്ടായ ആ ഷോക്കിംഗ് ന്യൂസ് തരണം ചെയ്യാൻ അവർക്ക് കുറച്ച് സമയമെടുത്തു എന്നത് മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു വിഷമകരമായ ഒരു അവസ്ഥയിൽ ഇതികർത്തവ്യതാമൂഢരായി നിൽക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു അവസരം മുതലാക്കി ഉപയോഗപ്പെടുത്തി ശത്രുക്കൾ സെൽഫ് ഗോൾ അടിക്കാന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, അവര് ചെറിയ മുന്നേറ്റം നടത്തിയിട്ടുള്ളതാണ്. അല്ലാതെ അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അതേ സമയത്ത് വിഷയത്തിന്റെ നിജസ്ഥിതി മനസ്സിലാകുന്നതിനനുസരിച്ച് സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ പഴയ ഫോം തിരിച്ചു പിടിക്കുകയും യുദ്ധക്കളത്തിൽ സജീവമാവുകയും അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള മുശ്രിക്ക് സംഘങ്ങൾ യുദ്ധത്തിൽ അതിശക്തമായ വിധത്തിൽ തോൽവി സമ്മതിച്ച് പിന്തിരിഞ്ഞോടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉഹദ് പറഞ്ഞത് ഒരു തോറ്റ യുദ്ധമല്ല, മറിച്ച് അതും വിജയിച്ച യുദ്ധം തന്നെയാണ്. അപ്പൊ ഈ ഇടക്കുണ്ടായ ഈ സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 70ഓളം സഹാബികൾ രക്തസാക്ഷികളായി, ധാരാളം ആളുകൾക്ക് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ മുസ്ലിമീങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഉണ്ടായപ്പോ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇത് വെച്ച് മുസ്ലിമീങ്ങളുടെ ആത്മവീര്യം തകർക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ പരമാവധി അക്കാലഘട്ടത്തിൽ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ പറയുന്നത്. ഫൻഹാസ് ബിനു ആസൂറ എന്ന് പറയുന്ന ജൂതനും സയ്യിദ് ബിനു ഖൈസും അതേപോലെ മറ്റു കുറെ ജൂതന്മാരും ഒന്നിച്ചിരുന്ന് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു എന്നീ സഹാബിമാരോട് പറയാണ്, അലം തറൗമ അസാബക്കും, നിങ്ങൾക്ക് സംഭവിച്ചു പോയ ദുരന്തം നിങ്ങൾ മനസ്സിലാക്കണില്ലേ? വലൗ കുന്തും അലൽ ഹഖി മാ ഹസംതും, നിങ്ങൾ സത്യത്തിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓട്ടത്തിന്റെ അവസ്ഥ വരില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സത്യത്തിലല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഫർജിഉ ഇലാ ദീനിന, ഞങ്ങളുടെ മതത്തിലേക്ക് വന്നോളൂ നിങ്ങൾ. ഫഹുവ ഖൈറുൽ ലക്കും വഅഫ്ളൽ, അതാണ് നിങ്ങൾക്ക് ഉത്തമവും ഏറ്റവും ശ്രേഷ്ഠവും. വനഹ്നു അഹ്ദാ മിൻകും സബീല, നിങ്ങളെക്കാളും നേരായ റൂട്ടിലും മാർഗത്തിലുമാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്നാര് പറഞ്ഞു? ഈ ജൂതന്മാര് ഈ 2 സഹാബികളോട് പറഞ്ഞു. ഫഖാല അമ്മാറുൻ, അങ്ങനെയുള്ള എല്ലാ സത്യനിഷേധികളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ പറ്റിയില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെജോറിറ്റി കുറഞ്ഞില്ലേ, ആ മെജോറിറ്റി കുറഞ്ഞത് നിങ്ങൾ ശരിയല്ല എന്നുള്ളതിന്റെ തെളിവാണ്, ഞങ്ങൾക്ക് ഈ മെജോറിറ്റി ഉണ്ടായത് ഞങ്ങൾ ശരിയാന്നുള്ളതിന്റെ തെളിവാണ് എന്നൊക്കെ പലപ്പോഴും പലരും പറയും. വാസ്തവത്തിൽ
ഒരു വിഭാഗം സത്യാണ് എന്നുള്ളതിന്റെ തെളിവ് ഒരിക്കലും തന്നെ ആള് കൂടാന്നൊന്നുമല്ല. മനസ്സിലായില്ലേ? ആള് കൂടാന്നൊന്നുമല്ല. അതേമാതിരി തന്നെ ഞങ്ങൾക്ക് മദ്രസ തോന്നുന്നുണ്ട് എന്നുള്ളതൊന്നുമല്ല. മറിച്ച് ഒരു സംഗതിയുടെ അവരുടെ നിലപാടുകളും അവർ ഉൾക്കൊള്ളുന്ന അവരുടെ പോളിസിയും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഒരു വിഭാഗസന്ധത സ്ഥിരീകരിക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും. അപ്പൊ അത് ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവത്തിന് പകരം ഇങ്ങനെ ചില ഇക്കിളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആളുകളുടെ വികാരത്തിന് അടിമപ്പെടുന്നവരെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശൈലി സ്വീകരിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ഒരു ശക്തി കുറഞ്ഞവരെ, ദുർബല മനസ്സുള്ളവരെ വശീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണിത്. ഈ തന്ത്രം ആരും പ്രയോഗിച്ചു? ജൂതന്മാരും പ്രയോഗിച്ചു. നിങ്ങളെ സത്യത്തിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉഹദിലൊരു തിരിച്ചടി ലഭിക്കില്ലായിരുന്നു. ആ തിരിച്ചടി ലഭിച്ച സ്ഥിതിക്ക് നിങ്ങളെ മതം ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങളെ മതത്തിലേക്ക് വന്നോളൂ എന്നാണ് ഈ ജൂതന്മാര് മുസ്ലിമീങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഫക്ക അമ്മാറുൻ, സഹാബത്ത് അങ്ങനെ ദുർബല മനസ്സിന്റെ ആൾക്കാരല്ലല്ലോ. അതുകൊണ്ട് തന്നെ അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൈഫ നഖ്ലിൽ അഹദ ഫീക്കും, നിങ്ങളിലുള്ള കൈഫ നഖ്ലുൽ അഹദി ഫീക്കും. ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു ഇവരുടെ ഈ ആവശ്യത്തിനോട് ഒരു ചോദ്യത്തിലൂടെ പ്രതികരിക്കുകയാണ്. എന്താണ്? കൈഫ നഖ്ലുൽ അഹദി ഫീക്കും, ഒരു കരാർ ഉണ്ടാക്കിയാൽ ആ കരാറിന് ലംഘനം കാണിക്കുന്നത് നിങ്ങളുടെ മതത്തിൽ എങ്ങനെയാ പരിഗണിക്കുക? ഒരു കരാറുണ്ടാക്കുന്നത് കരാറിന് ലംഘനം കാണിക്കുന്നത് നിങ്ങളുടെ മതത്തിൽ എങ്ങനെയാ പരിഗണിക്കാന്ന് ചോദിച്ചു. അതിന്റെ വിധി എന്താണ്? കാലു. അപ്പൊ ജൂതന്മാർ പറഞ്ഞു, ചോദ്യത്തിന്റെ കുട്ടൻസ് മനസ്സിലാവും, ഷദീദ്, അത് ഭയങ്കര ഗൗരവാണ്. ഒരു കരാറുണ്ടാക്കിയ പിന്നെ ആ കരാറിന് ലംഘനം നടത്താൻ പാടില്ല. ആ കരാറ് പാലിക്കാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ആ കരാറ് പാലിക്കണം. അപ്പോ എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചു. എന്നിട്ട് കാല അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാലേ നിങ്ങൾ കേൾക്കണോ, ഫഇന്നി ഖദ് ആഹത്തു അന്നി ലാ അക്ഫുറു ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഇഷ്തു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിഷേധിക്കൂല എന്ന് ഞാൻ കരാറുണ്ടാക്കിയിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങളോട്. അതുകൊണ്ട് കരാറ് ലംഘനം നടത്താൻ പാടില്ല, നിങ്ങളെ മതത്തിലും ഇല്ലേ. അതുകൊണ്ട് എന്നെ നിങ്ങൾ ജൂത മതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ മടങ്ങാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോ ഫക്കാലത്തിൽ യഹൂദു, അപ്പൊ ജൂതന്മാര് ഇതിന് മറുപടി ഒന്നുമില്ല. അപ്പൊ ജൂതന്മാര് പറഞ്ഞു, അമ്മാഹാദ ഫഖദ് സബഅ, ഇയാള് പറഞ്ഞിട്ട് ശരിയല്ല. അമ്മാർ റളിയല്ലാഹു അൻഹു പിന്നെ അവര് നിരാകരണ ശൈലിയാണ്. അമ്മാഹാദ ഫഖദ് സബഅ, ഇയാള് പുത്തൻവാദിയായി പോയി എന്ന് പറഞ്ഞ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇങ്ങനെ ഒരു കൊഞ്ഞനം കുത്തൽ നടത്തി. അപ്പൊ വക്കാല ഹുദൈഫത്തു, ഇനി അടുത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഊഴമാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാന, ഞാൻ ഫഖദ് റളിതു ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ ഞാൻ റബ്ബായി പൊരുത്തപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ മതമായി ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, വബിൽ ഖുർആനി ഇമാമ, ഖുർആനിനെ എന്റെ മുന്നണി പോരാളിയായി എന്റെ കാര്യങ്ങളുടെ എല്ലാം ഇമാമായി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, വബിൽ കഅബത്തി ഖിബലതൻ, കഅബയെ ഞാൻ എന്റെ ഖിബലയായും പൊരുത്തപ്പെട്ടിരിക്കുന്നു, വബിൽ മുഅ്മിനീന ഇഖ്വാന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള സത്യവിശ്വാസികളെ എന്റെ സഹോദരന്മാരായും ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്ഷണിക്കണയിലേക്ക് വരാൻ എനിക്ക് മനസ്സില്ല. അവിടെ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി ഗൗരവതരമായ ശൈലി പറഞ്ഞു, എനിക്ക് മനസ്സില്ല, ഞങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാകും, അതേസമയത്ത് ചിലപ്പോൾ ഞങ്ങൾ യുദ്ധത്തിൽ ശരീരത്തിന് മുറിവ് പറ്റിയിട്ടുണ്ടാകും, അതേപോലെ തന്നെ ഭൗതികമായി ചിലപ്പോൾ ഞങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, അതൊന്നും ഞങ്ങളുടെ ഈ സത്യവിശ്വാസത്തിന്റെ ശൈലിയിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള ഒരിക്കലും തന്നെ ഞങ്ങൾക്കൊരു കാരണമായിരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ സുമ്മാത്തെ, അതായത് ഈ ജൂതന്മാരുടെ ഈ തന്ത്രം പൊളിഞ്ഞു എന്നർത്ഥം. ഫനഹാസിന്റെ നേതൃത്വത്തിലുള്ള ജൂതന്മാരുടെ തന്ത്രം പൊളിഞ്ഞു ഈ സഹാബത്തിന് മുന്നിൽ. അങ്ങനെ സുമ്മാത്ത യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഖ്ബറഹു, ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹു അതേപോലെ അമ്മാർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഉണ്ടായ സംഭവം വിശദീകരിച്ചു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസബ്തുമാ ഖൈറൻ വ ഫലഹ്തുമാ, നിങ്ങൾ രണ്ടുപേരും നന്മയെത്തിക്കുകയും നിങ്ങൾ വിജയം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് സഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശംസിച്ചു. അപ്പോഴാണ് ഫനസലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് അവതരിച്ചത്. എന്ത്? വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന് അധിക ആളുകളും അത് അവരാഗ്രഹിക്കും, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണം, ലൗ യറുദ്ദൂനക്കും മിൻ ബഅദി ഈമാനിക്കും,
നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിങ്ങളെ അവർക്ക് മടക്കാൻ പറ്റുമോ എന്ന്, കുഫാറൻ അവിശ്വാസികളായി മടക്കാൻ പറ്റുമോ എന്നവർ ചിന്തിക്കും, ആഗ്രഹിക്കും. ആ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് സ്നേഹം ഉണ്ടായതുകൊണ്ടല്ല, നിങ്ങൾ നന്മയിലെത്താനുമല്ല, മറിച്ച് നിങ്ങൾ ഇപ്പോഴുള്ള ഇസ്ലാമാണ് നന്മ എന്ന് അവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. എന്നിട്ടും അവർ നിങ്ങളെ കാഫറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങളോട് മനസ്സിന്റെ ഉള്ളിലുള്ള പക കൊണ്ടും നിങ്ങളോട് അവർക്കുള്ള അസൂയ കൊണ്ടുമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം സഹോദരങ്ങളെ എന്നർത്ഥം വരുന്ന ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാണ്. വയലം അന്നാ നതകല്ലമു അവ്വലൻ ഫിൽ ഹസദി. ഇവിടെ ഹസദം മിൻ ഇന്ദി അൻഫുസിഹിം, അവരുടെ ഭാഗത്തു നിന്നുള്ള അസൂയ കൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആദ്യം നമ്മൾ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യാ? അസൂയയെ കുറിച്ച് ചർച്ച ചെയ്യാം. അത് എല്ലാ കാലത്തേക്കും ആവശ്യമുള്ള തന്നെയാണ്. നമ്മളെ സമൂഹത്തിലും ആവശ്യമുള്ള ഒരു വിഷയം തന്നെയാണത്. അസൂയയെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. സുമ്മൻ അർജുഇല തഫ്സീരി, അതിന് ശേഷമാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഒന്നാമതായിട്ട് അസൂയയുടെ അവസ്ഥ എന്തൊക്കെയാണ് എന്ന് പറയാൻ പോവുക. അതിൽ മസ്അലത്തു ലൂല, ഒന്നാമത്തെ കാര്യം ഫി ദമ്മിൽ ഹസദി, അസൂയയെ ആക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെടുത്തി അസൂയ ശരിയല്ല, അതൊരു മോശമായ സ്വഭാവമാണ് എന്ന് സ്ഥിരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഹദീസുകളുണ്ട്, അതേപോലെ തന്നെ അസറുകളുണ്ട്, മഹാന്മാരുടെ വാക്യങ്ങളുണ്ട്. അതിലേക്ക് കടക്കുകയാണ്. ഇത് ഒരു മൂമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെടുത്തി ഏറ്റവും ആവശ്യമുള്ള വിഷയം എന്നതുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ വിശദീകരിച്ച ഈ കാര്യങ്ങള് അങ്ങനെ തന്നെ വിശദീകരിക്കൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ചില ഉപദേശങ്ങൾ സ്വീകരിക്കാൻ, നമ്മുടെ മനസ്സിൽ തന്നെയും മോശമായ ചില ചിന്തകളോ ശൈലികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനും ഒഴിവാക്കാനും ഒക്കെ ഒരു പക്ഷേ ഈ ഉപദേശങ്ങൾ കൊണ്ട് സാധിച്ചെന്നിരിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാനും ആ ഭാഗം ഒന്നായിട്ടാണ് വിശദീകരിക്കുക. അസൂയയുടെ ആക്ഷേപാർഹമാണ് എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ആദ്യം. ഒന്നാമത്തേത് ഖൗലുഹു അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹസദു യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ. അസൂയ നന്മകളെ തിന്നുകളയുന്നത്. അസൂയയുള്ള മനുഷ്യന്മാര് ഒരു തീയിലേക്ക് വിറക് കൊണ്ടുപോയി വെച്ചാൽ ആ വിറക് കത്തി നശിച്ചു പോകുന്നത് പോലെ അസൂയക്കാരനായ മനുഷ്യന്റെ നന്മകളെല്ലാം നിഷ്ഫലമാകാനും തകർന്നു പോകാനും അവന്റെ ദുസ്വഭാവം പ്രധാനപ്പെട്ട കാരണമായി തീരും എന്നാണ്. മറ്റൊരു ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ യൗമൻ ജാലിസീന ഇൻദൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഇരിക്കുമ്പോൾ ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ലഉ അലൈക്കുമുൽ ആൻ മിൻ ഹാദൽ ഫജ്ജ് റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇപ്പൊ ഈ വഴിയിലൂടെ സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് പ്രത്യക്ഷപ്പെടാൻ പോകുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പെട്ടെന്നൊരു പറച്ചിൽ റസൂൽ പറഞ്ഞതാ. ഇപ്പൊ ഈ വഴിക്കൊരാൾ വരും, അദ്ദേഹം സ്വർഗാവകാശികളിൽപ്പെട്ട ആളാണ്. അപ്പൊ ഫതലഅ റജുലുൻ മിനൽ അൻസാരി, മദീനക്കാരിൽപ്പെട്ട ഒരു മനുഷ്യൻ അപ്പ ആ വഴിയിലൂടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം യുനല്ലിഫു ലിഹയതഹു മിൻ വളൂഇഹി, വുളുഎടുത്ത വെള്ളം താടിയിലൂടെ ഇങ്ങനെ ഇറ്റുന്നുണ്ട്, അതിങ്ങനെ വൃത്തിയാക്കിയിട്ടാണ് മൂപ്പര് വരുന്നത്. അങ്ങനെ വഖദ അല്ലക്കൻ അലൈഹി ഫി ശിമാലിഹി, ഇടത്തെ കയ്യിൽ 2 ചെരുപ്പുണ്ട്. അങ്ങനെ ആ ചെരുപ്പും പിടിച്ചുകൊണ്ട് അദ്ദേഹം വന്നു. ഫസല്ലമ, പള്ളിയിലേക്ക് കയറിയിട്ട് സഹാബത്തിന് സലാം പറഞ്ഞു. അങ്ങനെ ഫലമ്മാ കാനൽ ഗദു, അന്ന് അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനെ ആ തഹയ്യത്തൊക്കെ നിസ്കരിച്ച് റസൂലുള്ളാഹിന്റെ കൂടെ സദസ്സിൽ കൂടി. ഇത് റസൂൽ എങ്ങനെ പറഞ്ഞു എന്നുള്ളത് മൂപ്പർക്ക് അറിയില്ല. സഹാബികൾ ഇദ്ദേഹം വന്നപ്പോ വലിയൊരു ബഹുമാനത്തോടെ മൂപ്പരെങ്ങനെ നോക്കുകയും ചെയ്തു. ഫലമ്മാ കാനൽ ഗദു, അടുത്ത ദിവസമായപ്പോഴും കാല അലൈഹി സ്വലാത്തു വസ്സലാം നബിതങ്ങൾ പറഞ്ഞു, മിഥലദാലിക്ക, ഇതേപോലെ പറഞ്ഞു. അതായത് സ്വർഗാവകാശി ഒരാൾ ഇപ്പൊ ഈ വാതിലൂടെ കടന്നു വരും എന്ന് പറഞ്ഞു. അപ്പൊ ഫതലാലിക്ക റജുലു, അതേ ആൾ തന്നെയാണ് അന്നും വന്നത്. വക്കാലഫിൽ യൗമി സാലിസി മിഥലദാലിക്, മൂന്നാമത്തെ ദിവസവും ഇതേപോലെ പറഞ്ഞു. ഫതലാലിക്ക റജുലു, അതേ ആൾ തന്നെ ആ സമയത്ത് വന്നു. അങ്ങനെ വന്നപ്പോ ബഹുമാനപ്പെട്ട സഹാബത്തിന് അദ്ദേഹത്തോട് എന്ത് തോന്നി? വല്ലാത്ത മതിപ്പ് തോന്നി. അങ്ങനെയാണ്, അവര് നന്മ ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് അസൂയയും കുശുമ്പും ഒന്നും തോന്നിയില്ല. അയാൾ എങ്ങനെങ്കിലും ഒന്ന് ഒതുക്കണം എന്ന് ആലോചിച്ചില്ല. മൂപ്പർക്കെതിരെ എന്തെങ്കിലും ഒരു ദുരാരോപണം ഉന്നയിച്ചിട്ട് ആളെന്ത് ചെയ്യണം, അന്ന് ശരിയാക്കണം എന്നൊന്നും അവർ ചിന്തിച്ചില്ല. മറിച്ച് ഇദ്ദേഹത്തിനുള്ള നന്മ എന്തായിരിക്കും, എങ്ങനെ
സ്വർഗാവകാശിയാണെന്ന് റസൂലുള്ള പറയാൻ ആ നന്മയൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കൂടി അത് പ്രയോഗ പദത്തിൽ കൊണ്ടുവരാമായിരുന്നല്ലോ എന്നൊരു നല്ല ചിന്തയാണ് അവരുടെ മനസ്സിലേക്ക് പോയത്. അങ്ങനെ ഫലമ്മാ കാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂന്നാമത്തെ ദിവസവും ഈ സദസ്സ് പിരിഞ്ഞ് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു നിങ്ങൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തബിഅഹു അബ്ദുല്ലാഹിബ്നു അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു, അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖനായ സഹാബിയാണ്. അവരുടെ മകനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഈ മനുഷ്യന്റെ പിന്തുടർന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഫക്കാല എന്നിട്ട് ചോദിച്ചു, ഇന്നി തഅസ്സൈതു മിൻ നബി, എന്റെ വാപ്പാന്റെ അടുത്തുനിന്ന് കുറെ ഇടങ്ങേറ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഫഅഖ്സംതു, ഞാൻ സത്യം ചെയ്തു പോയി, അല്ലാ അദ്ഖുല അലൈഹി സലാസൻ, 3 ദിവസം ഞാൻ അങ്ങോട്ട് പോകൂലാന്ന്. വാപ്പായിട്ട് ഞാൻ ഭയങ്കര പ്രയാസാണ് പെരയിൽ. അപ്പോ വാപ്പാനായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇനി 3 ദിവസം വീട്ടിലേക്ക് ചെല്ലൂലെന്ന് ഞാൻ തീരുമാനിച്ചു, ശപഥം ചെയ്തു പോയി. അതുകൊണ്ട് ഫൈൻ റഅയ്ത അൻ തദ്ഹബ ബി ഇലാ ദാരിക ഫഅൽതു, ഞാൻ എന്നെയും കൂടെ നിങ്ങളെ വീട്ടിലേക്ക് ഈ 3 ദിവസം ഒന്ന് കൊണ്ടുപോവാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കൂടെ വരായിരുന്നു എന്ന് പറഞ്ഞു. അതായത് അതിഥി എന്ന രൂപത്തിൽ, അതിഥികൾ എന്ന് പറഞ്ഞാല് 3 ദിവസം വരെ അതിഥിക്ക് എന്തുണ്ട്, ഒരു സ്ഥലത്ത് എത്തിയാൽ ആ 3 ദിവസം വരെ അതിഥി എന്ന നിലക്ക് അദ്ദേഹത്തെ ആദരിക്കണം. അതിഥിയെ സൽക്കരിക്കൽ, അദ്ദേഹത്തെ ആദരിക്കലൊക്കെ ഈമാനിന്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽ യുക്രിം ലൈഫഹു, തന്റെ അതിഥിയെ ആദരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അതിഥിയുടെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും വിശദീകരിച്ചിട്ടുണ്ട്. ഒരാള് 3 ദിവസമാണ് അതിഥി, 3 ദിവസം കഴിഞ്ഞിട്ട് ഇതൊരു വലിയൊരു ചാൻസാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, അവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടരുത്. 3 ദിവസം കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം, അയാൾ തടി കാലിയാക്കണം. അപ്പൊ അതുകൊണ്ടാണ് 3 ദിവസം വരെ ഒരു അതിഥിയുടെ റേറ്റ് ഉപയോഗിച്ച് എനിക്ക് അവിടെ കൂടാനുള്ള ഒരു അവസരം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കുകയാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓക്കെ നിങ്ങൾ പോന്നോളൂ, 3 ദിവസം നമുക്ക് എന്ത് ചെയ്യാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി നമ്മളെ വീട്ടിൽ കൂടാന്ന് പറഞ്ഞു. അങ്ങനെ ഫബാത ഇൻദഹു സലാസ ലയാലിൻ, 3 രാത്രി അദ്ദേഹത്തിന്റെ കൂടെ രാപ്പാർത്തു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോ, വാസ്തവത്തിൽ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു അവിടെ ഒരു അന്വേഷണത്തിന് പോയതാണ്, ഒരു കോൺഫിഡൻഷ്യൽ എൻക്വയറിയാണ് തന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മൂപ്പര് ഉറങ്ങല്ല, എല്ലാരും ഉറങ്ങുമ്പോ ഈ സഹാബി എന്ത് ഖൈറാണ് പ്രത്യേകമായി ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുകയാണ് വാസ്തവത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോഴതായി 3 ദിവസവും അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, ഫലം യറഹു യഖൂമു മിനൽ ലൈലി ഷൈഅൻ ഗൈറ അന്നഹു ഇദൻ ഖലബ അലാ ഫിറാശിഹി ദക്കറല്ലാഹ വലാ യഖൂമു ഹത്താ യഖൂമ ലിസലാത്തിൽ ഫജ്രി. രാത്രി ഞാൻ ചെയ്യുന്ന അത്ര ഇബാദത്ത് പോലും ആരെടുത്ത് കാണുന്നില്ല, സ്വർഗാവകാശിയാന്ന് പറഞ്ഞ ആളെടുത്ത് കാണുന്നില്ല. അങ്ങനെ കാണാതെ വന്നു മാത്രല്ല, ഉറങ്ങാൻ കിടക്കുമ്പോ റസൂലുള്ള പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലും. ആ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് മൂപ്പരാൻ കടന്നുറങ്ങും. പിന്നെ സുബഹി ആവുമ്പോഴേ എഴുന്നേൽക്കണുള്ളൂ. അപ്പൊ ഇബാദത്തിലൊന്നും ഇത്ര കാര്യമായിട്ട് കാണുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ 3 ദിവസത്തെ സ്വഭാവം ഞാൻ നിരീക്ഷിച്ചപ്പോൾ ഗൈറ അന്നീലം അസ്മഉഹു യഖൂലു ഇല്ലാ ഖൈറാ, നല്ലതല്ലാത്ത ഒരൊറ്റ വാക്കും ഈ 3 ദിവസത്തിന്റെ ഇടക്ക് ഒരിക്കൽ പോലും അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിതത്തിൽ ഈ കഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു ആത്മവിമർശനം എന്ന നിലക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാളിപ്പോ ഒരു 10 മിനിറ്റ് നമ്മൾ ഇരുന്നാൽ നല്ലതല്ലാത്തൊരു 10 വർത്താനം അയാളെടുത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. അതേപോലെ നമ്മളെടുത്തുന്ന അയാളും കേൾക്കേണ്ടി വരും. അതേസമയത്ത് 3 ദിവസം, അതും 3 ദിവസം യാദർശികമായിട്ട് കൂടിയതല്ല, ഇദ്ദേഹത്തെ നിരീക്ഷിക്കാൻ വേണ്ടി കൂടിയതാണ്. ഈ നിരീക്ഷിക്കാൻ വേണ്ടി കൂടുമ്പോഴുള്ള സംഗതി എന്താ? ആ നിരീക്ഷണത്തിൽ ഈ നിരീക്ഷിക്കുന്നവൻ ഉദ്ദേശിക്കുന്ന സംഗതി എന്താണെങ്കിൽ അതിലേക്ക് സൂചന നൽകുന്ന വല്ല സംഗതികളുണ്ടെങ്കിൽ അതൊക്കെ എന്താവും ഇങ്ങോട്ട് തെളിഞ്ഞു വരും അല്ലെ? അങ്ങനെയാണ് നിരീക്ഷണത്തിന്റെ. സാധാരണഗതിയിൽ ഒരാളെ കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കാണാത്ത സംഗതികളൊക്കെ അയാളുടെ ആ പ്രവർത്തനം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിരീക്ഷിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ഈ 3 ദിവസത്തെ ഈ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം കൂടുതൽ ഖൈറുകളൊന്നും വല്ലാതെ ചെയ്യുന്നത് കാണുന്നില്ല. പക്ഷേ സംസാരം ഹൈറായതല്ലാത്ത നല്ലതല്ലാത്തൊരു വാക്കും അദ്ദേഹം 3 ദിവസം പറയണത് കേട്ടില്ല. എന്നാൽ ഇബാദത്തൊക്കെ എല്ലാവരും ചെയ്യണ സാധാരണയുള്ള ഇബാദത്തല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് മൂപ്പർക്ക് ഇബാദത്തൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ എന്റെ ലക്ഷ്യം ഇവിടെ പരാജയപ്പെടാൻ പോവുകയാണ്. ഫലമാ മറത്തി സലാസ, 3 ദിവസവും കഴിഞ്ഞുപോയി. വക്കിത്തു അന്നഹത്തഖിറാമലഹു,
എനിക്കാണെങ്കിലോ മൂപ്പരെ അമലൊക്കെ പാടെ കണ്ടിട്ട് ഇതാ പയ്യാള് എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം എന്താ, അതിന് ഒരമലും ഇല്ല. അതായത് ആ ഫർള് നിസ്കാരവും അതിന്റെ റവാത്തിബ് സുന്നത്തും അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളൊക്കെ ഒരു സാധാരണ മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകണ സംഗതികൾ, ആ കടമകളൊക്കെ നിർവഹിക്കുന്നുണ്ടെന്നല്ലാതെ അഡീഷണൽ ആയിട്ടുള്ള ഒരു വല്ലാത്ത ഇബാദത്തിന്റെ ശൈലിയൊന്നും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാതെ വന്നപ്പോ സ്വർഗാവകാശിയായ ഈ മഹാന്റെ അമലുകൾ നോക്കുമ്പോ വല്ലാതെ കൂടുതലൊന്നും കാണാനില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. കൊൽത്തു, അപ്പൊ ഞാൻ ഇനി അദ്ദേഹത്തോട് എന്റെ ദൗത്യം വിജയിക്കാതെ പോവുകയാണല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബ്ദല്ലാ, ഓ പ്രിയപ്പെട്ട സഹോദര, ലം യകുൻ ബൈനി വബൈന വാലിദി ഗളബുൻ വലാ ഹജറുൻ, ഞാനും എന്റെ വാപ്പയായിട്ടൊരു പ്രശ്നമല്ല, വാപ്പാനോട് എനിക്കോ എന്നോട് വാപ്പാക്കോ ഒരു ദേഷ്യമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വാപ്പാനോട് തെറ്റി വന്നതുമല്ല. വലാകിന്നി സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു കദാ വകദാ, നബി തങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ 3 ദിവസം കേട്ടു. അതായത് പിന്നെ സ്വർഗാവകാശിയായ ഒരാള് ഈ വഴിയിലൂടെ കടന്നു വരും, നിങ്ങൾ എന്താണ് സ്പെഷ്യലായിട്ട് ചെയ്യണ അമല് എന്ന് അറിയാൻ വേണ്ടി ഒപ്പം കൂടിയതാണ്. ഒരു കോൺഫിഡൻഷ്യൽ എൻക്വയറി ആയിരുന്നു, ഒരു സ്വകാര്യ അന്വേഷണമായിരുന്നു എന്റെ ഈ യാത്രയുടെ നിങ്ങളുടെ കൂടെ കൂടുമ്പോഴുള്ള ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യം എനിക്കിവിടെ വിജയിപ്പിക്കാൻ സാധിച്ചില്ല. ഫലം മറക്ക തഅമലു അമലൻ കസീറാ, സ്വർഗാവകാശിയാവാൻ നിങ്ങൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നതൊന്നും ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഫമല്ലദീ ബലഗ ബികദാക, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയത്, അതൊന്നും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അതായത് ഒരു സാധാരണ മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിർബന്ധങ്ങളൊക്കെ എടുക്കുകയും അനിവാര്യമായ സുന്നത്തുകൾ പാലിക്കുകയും ചെയ്യുന്നു എന്നതിനപ്പുറം കൂടുതലായിട്ടുള്ള ഇബാദത്തൊന്നും നിങ്ങളുടെ അടുത്ത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെയും നിങ്ങൾക്ക് എന്തേ റസൂലുള്ളാഹി ഇങ്ങനെ ഒരു സ്ഥാനം പ്രഖ്യാപിക്കാൻ കാരണം? അത് നിങ്ങളുടെ സ്വകാര്യമായി എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകും, അതെന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? അത് മനസ്സിലാക്കിയാൽ അത് എന്റെ ജീവിതത്തിലും പകർത്തി എനിക്കും സ്വർഗാവകാശികളുടെ ലിസ്റ്റിലേക്ക് ഒന്ന് ചെന്ന് ചേരാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രമമാണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഖാല, ആ സാധുവായ സഹാബി പറയുന്നു, മാഹുവ ഇല്ലാ മാ റഅയ്ത, ഓ പ്രിയപ്പെട്ട സഹോദര അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിങ്ങൾ ആ കണ്ടതല്ലാതെ ഒന്നും ഞാൻ ചെയ്യണില്ല, എന്റെ അടുത്ത് വേറെ പ്രത്യേകമായിട്ടൊന്നുമില്ല, ആരും കാണാതെ സ്വകാര്യമായിട്ടൊരമലും എനിക്കില്ല. അങ്ങനെ ഫലം വല്ലയിത്തു, ഞാൻ പുറകോട്ട് മാറിയപ്പോ ദആനി, ആ സഹോദരൻ എന്നെ വിളിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, മാഹുവ ഇല്ലാ മാ റഅയ്ത, നീ ആ കണ്ടത് മാത്രമേ എന്റെ ഇബാദത്തുകളുള്ളൂ. ഗൈറ അന്നി, പക്ഷേ എനിക്ക് ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള കാരണം, ഗൈറ അന്നി ലം അജിദ് അലാ അഹദിൻ മിനൽ മുസ്ലിമീന ഫീ നഫ്സി ഐബൻ വലാ ഹസദൻ അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാഹു. ഗൈറ അന്നി, മറിച്ച് എനിക്കൊരു ഗുണമുണ്ട്. ആ ഗുണം എന്താ? ലം അജിദ് അലാ അഹദിൻ മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരാളോടും എനിക്ക് തോന്നിയിട്ടില്ല, ഫീ നഫ്സി, എന്റെ ഉള്ളിലെ ഐബൻ, അദ്ദേഹത്തിന്റെ ഒരു പോരായ്മയെ കുറിച്ചുള്ള ഒരു ചിന്ത, ഇയാളെന്താ അങ്ങനെയെന്ന് ഒരു മുസ്ലിമിന്റെ കുറവുകൾ എടുത്ത് ആഘോഷിക്കാനുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നിട്ടില്ല. അതേപോലെ വല ഹസദിൻ അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാ, ഒരു മുസ്ലിമിന് അല്ലാഹു തആല നൽകിയ ഏതെങ്കിലും ഒരു നന്മയ്ക്ക് എതിരെ ഒരു അസൂയയും എനിക്കൊരു മുസ്ലിമിനോട് തോന്നിനും അത് ഭാഗമാകാനുള്ള ഒരു പരിശ്രമം അത് ഞാൻ നടത്താറില്ല എന്ന് മാത്രമല്ല, ഒരു മുസ്ലിമിന്റെ ഒരു കുറവും ഞാൻ ചികഞ്ഞു തേടി പോകാറില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു മുസ്ലിമിന് അല്ലാഹു തആല നൽകുന്ന ഏത് അനുഗ്രഹമാകട്ടെ ആ അനുഗ്രഹത്തിൽ എന്റെ മനസ്സിൽ ഒരു അസൂയയും തോന്നാറില്ല. ഫഖാല അബ്ദുല്ലാ, അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിയല്ലത്തി ബലഗത് ബിക, അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഉന്നതമായ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ച സംഗതി. വഹിയല്ലത്തി ലാ തുതാഖ്, ഇത് പല ആളുകൾക്കും കഴിയാത്തൊരു സംഗതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ ജീവിതത്തിലും അല്ലെ, ഒരാളുടെ കുറവുകൾ കണ്ടെത്തിയിട്ട് അതെങ്ങനെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തി ആളുകളുടെ മുന്നിൽ അയാളെ നാറ്റിക്കാൻ എന്താ വകുപ്പ് എന്ന് ആലോചിച്ച് നടക്കുന്ന ആൾക്കാര്. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റും, അതൊക്കെ ഉപയോഗിച്ച് നൂറുകണക്കിന് ആളുകളുടെ മനസ്സിലേക്ക് അത്തരത്തിലുള്ള വിഷം കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾ
അത് നടത്താൻ വേണ്ടി മാത്രം ജീവിതം ഹോമിച്ചിട്ടുള്ള എത്ര ഭാഗ്യം കെട്ട മനുഷ്യന്മാര് ലോകത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അത്തരം അബദ്ധങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ ചില ആളുകൾക്ക് വല്ല നേട്ടങ്ങളും ഉണ്ടായാൽ ആ നേട്ടത്തിൽ അസൂയ വെച്ച് അതെങ്ങനെങ്കിലും അവരെ ഒന്നുമില്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം, അവരെ കുത്തുപാളെടുപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർ എത്ര ഉണ്ട്. അതേ സമയത്ത് എനിക്ക് ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു തോന്നൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മനുഷ്യനോടും ഒരു അസൂയയും തോന്നാതിരിക്കുക, ഒരാളുടെ ഒരു അയ്ബും കാണാണ്ടക്കുക എന്നൊക്കെ പറയണത് ഒരു വല്ലാത്ത സംഭവം തന്നെയാണ്. സാധാരണഗതിയിൽ ഇത് മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉന്നതമായ സ്ഥാനത്തെത്തിയത്. അപ്പോ അസൂയ ഇല്ലാത്ത ഒരു മഹാന് സ്വർഗാവകാശിയാവാൻ അദ്ദേഹത്തിന്റെ മറ്റ് അമലുകളുടെ കുറവ് തടസ്സാകൂല എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ അസൂയ വെക്കുന്നവന്റെ അപകടവും അസൂയ അല്ലാത്തവന്റെ സൗഭാഗ്യവും ഇതിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബലക്കും, നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങളിൽ ഉണ്ടായിരുന്ന രോഗങ്ങൾ അത് നിങ്ങളിലേക്കും അരിച്ചരിച്ചു വരും. പതുക്കെ പതുക്കെ അരിച്ചരിച്ച് നിങ്ങളിലേക്ക് മുൻ സമുദായങ്ങളിൽ ഉണ്ടായിരുന്ന രോഗങ്ങൾ കടന്നു വരും. അതെന്താ? അൽ ഹസദ് വൽ ബഗ്ളാ, അസൂയയും അതേപോലെ തന്നെ ദേഷ്യവും, മറ്റുള്ളവരോടുള്ള ദേഷ്യവും അസൂയയും. വൽ ബഗ്ളതു ഹിയൽ ഹാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ പക എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ പിന്നെ എന്താണ്? ഹിയൽ ഹാലിക, അത് വടിച്ചു കളയുന്നതാണ്. ലാ കൂലു, ഹാലിക്ക എന്ന് പറയുമ്പോ ഞാൻ ഒരിക്കലും പറയണില്ല ഹാലിക്കത്തു ശാരി, മുടിയെ വടിച്ചു കളയാ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഞാൻ പറയണില്ല. വലാക്കിൻ ഹാലിക്കത്തുദ്ദീൻ, ദീനിനെ മുറിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആണോ? പക എന്ന് പറഞ്ഞ ഒരു രോഗം ഒരു മനുഷ്യന്റെ മനസ്സിൽ കുടിയേറിയാൽ അവന്റെ ഈമാനികമായ നാശത്തിലേക്ക് അത് ചെന്നെത്തും. ആ പകയുടെ പ്രധാനപ്പെട്ട ഒരു വകഭേദം തന്നെയാണ് അസൂയ എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ടോ, ഹാലിക്ക എന്ന് പറയുമ്പോ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അർത്ഥം പറഞ്ഞതാണ് ദീനിനെ നശിപ്പിച്ചു കളയുന്നത്. സീമാഹുമുത്ത ഹലീക്ക് എന്നൊരു പുത്തൻവാദികളെ സംബന്ധിച്ച് ഹദീസിലുണ്ട്. അതിന് മുടി കളയണവര് എന്ന് അർത്ഥം വെച്ചിട്ട് മുടി കളയൽ കുഫിരിയത്താണ്, മൊട്ടയടിക്കൽ കുഫിരിയത്താന്നൊക്കെ നമ്മുടെ നാട്ടിൽ ചില മൗലവിമാര് പണ്ട് വലിയ കണ്ടുപിടുത്തം നടത്തിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് സുന്നി മുസ്ലിംമാരൊക്കെ പലരും മൊട്ടയടിക്കലുണ്ട്, അതുകൊണ്ട് തന്നെ ഇവര് ശരിയല്ലാതുള്ളത് റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ട് എന്ന് പറയാൻ വേണ്ടി ചില മിസ്കിമാർ ശ്രമിക്കാറുണ്ട്. വാസ്തവത്തിൽ അവിടെ പറയണത് എന്താ? അവിടെ പറയണത് വാസ്തവത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനിന്റെ ആശയങ്ങൾ, ദീനിന്റെ വിധിവിലക്കുകൾ ഓരോന്നോരോന്നായി വടിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന ബിദ്അത്തുകാരുടെ ആക്ഷേപാർഹമായ നിലപാടിനെ കുറിച്ചാണ് അള്ളാന്റെ റസൂല് സൂചിപ്പിച്ചത്. അപ്പൊ അസൂയ എന്ന് പറയുന്നത്, പക എന്ന് പറയുന്നതൊക്കെ മനുഷ്യരെ ഈമാനികമായി അത് നശിപ്പിച്ചു കളയുമെന്ന് ഈ ഹദീസിലുണ്ട്. നാലാമത്തെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു സയുസീബു ഉമ്മത്തി ദാഉൽ ഉമം, മുൻ സമുദായങ്ങളുടെ രോഗങ്ങൾ എന്റെ ഉമ്മത്തിനും ബാധിക്കും. ഖാലു, സഹാബത്ത് ചോദിച്ചു, മാ ദാഉൽ ഉമമി, എന്താണ് മുൻ സമുദായങ്ങളുടെ രോഗങ്ങൾ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞു മറുപടി, അൽ അശറു വൽ ബത്റു വത്തകാസുറു വത്തനാഫുസു ഫിദ്ദുനിയ വത്തബാഉദു വത്തഹാസുദു ഹത്താ യകൂനൽ ബഗ്യു സുമ്മൽ ഹറജു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിന്നെ മുൻ സമുദായങ്ങളിൽ ഉണ്ടായിരുന്ന രോഗങ്ങൾ, ഒന്ന് അൽ അശറു, വല്ലാത്ത പിടുത്തം വിട്ട ആഹ്ലാദം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്ലസ്സുകൾ നൽകുമ്പോ അത് നൽകിയവൻ അള്ളാഹു ആണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു അതിന് ശുക്ർ ചെയ്യുന്ന ഒരു സമീപനത്തിൽ നിന്ന് മാറിയിട്ടുള്ള പരിധി വിട്ട ആഹ്ലാദം. അതേപോലെ തന്നെ വൽ ബത്തറു, അഹങ്കാരം, ജനങ്ങളോടൊക്കെയുള്ള ഒരു തരം പുച്ഛം, സത്യത്തോടുള്ള മാത്സര്യം. അതുപോലെ തന്നെ വത്തകാസുറു, ധാരാളം സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ വർധനവിന് വേണ്ടിയുള്ള അധ്വാനം. ആ അധ്വാനത്തിന്റെ ഇടയ്ക്ക് അത് എങ്ങനെ വരുന്നു എന്ന് പോലും ചിന്തിക്കാത്ത ഒരു ശൈലിയിലേക്കും സ്വഭാവത്തിലേക്കൊക്കെ ചെന്നുപെടുക. എങ്ങനെ ഉണ്ടാക്കിയാലും വേണ്ട, മറ്റുള്ളവരെ പറ്റിച്ചിട്ടായാലും കുഴപ്പമില്ല, നുണ പറഞ്ഞിട്ടായാലും കുഴപ്പമില്ല, വഞ്ചന നടത്തിയിട്ടായാലും കുഴപ്പമില്ല എന്നൊക്കെ ഒരു അവസ്ഥയിൽ ധനത്തിന്റെ വർധനവിന് വേണ്ടിയുള്ള അധ്വാനം. അതേപോലെ വത്തനാഫുസു ഫിദ്ദുനിയ, ദുനിയാവിന്റെ വിഷയത്തിലുള്ള കിടമത്സരം, ദുനിയാവിന്റെ വിഷയത്തിലുള്ള കിടമത്സരം നടത്തി അതിനുവേണ്ടി സമയം ചെലവാക്കുന്ന സമീപനങ്ങൾ. അതുപോലെ വത്തബാഉദു, അതുപോലെ പരസ്പരമുള്ള അകൽച്ച, ആളുകൾക്കിടയിൽ ഉണ്ടാകേണ്ട സ്നേഹത്തിന് പകരം, അതേപോലെ തന്നെ പരസ്പരം ഉണ്ടാകേണ്ട യോജിപ്പിന് പകരം
അങ്ങേയറ്റം വിട്ടുനിൽക്കുന്ന ഒരു ശൈലി. വത്തഹാസുദു, പരസ്പരമുള്ള അസൂയ, അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയോടുകൂടെ പെരുമാറുന്ന ശൈലി. ഹത്താ യകൂനൽ ബഗ്യു, അതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ എന്തുണ്ടാകുന്നു? അതിശക്തമായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. സുമ്മൽ ഹറജു, പിന്നീട് അത് കൊലപാതകം വരെ എത്തിപ്പോകുന്ന ഒരു ദുരന്തം. അത് പണ്ട് സമുദായങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, അത് എവിടെയും കടന്നു വരും, എന്റെ സമുദായത്തിലും ഉണ്ടാകും. ഇപ്പോഴത്തെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു ആരെ സമൂഹത്തിലുണ്ടാകും? എന്റെ സമൂഹത്തിലുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അത് ഉണ്ടാണ്ട് തന്നെയല്ലേ എനിക്കും എന്ന് ചിന്തിച്ചിട്ട് ഉണ്ടാക്കാനല്ല നോക്കേണ്ടത്. അത് നബിതങ്ങൾ നമുക്കൊരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തന്നതാണ്. എന്റെ മനസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും അസൂയയുടെ എല്ലാ നാമ്പും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് വിശ്വാസി ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഇനി 5ാമത്തെ ഹദീസ്, അന്ന മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ലമ്മ ദഹബ ഇലാ റബ്ബിഹി റഅ ഫീ ളില്ലിൽ അർശി റജുലൻ യഗ്ബിതു ബിമക്കാനിഹി. ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു സമീപനത്തിൽ മൂസാ നബി അലൈഹിസ്സലാം കാണുന്നു. ഒരാൾ തനിക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ആ സ്ഥലം കിട്ടിയാൽ വലിയ സംതൃപ്തിയോടുകൂടെ അയാൾ ഇരിക്കുന്നു. അങ്ങനെ ഒരാളെ മൂസാ നബി അലൈഹിസ്സലാം കണ്ടു. അപ്പൊ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന ഹാദാല കരീമുൻ അലാ റബ്ബിഹി, ഇയാൾക്ക് അല്ലാഹു തആല വലിയ ആദരവ് കൊടുത്തിട്ടുണ്ടല്ലോ, വലിയ മഹാനാണെന്ന് തോന്നുന്നുവല്ലോ. അങ്ങനെ ഫസഅല റബ്ബഹു, അല്ലാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, യുഖ്ബിറഹു ബിസ്മിഹി, എന്താണ് അയാളെ പേര് എന്ന് പറഞ്ഞു തരണം, ആ മഹാന്റെ പേരൊന്ന് പറഞ്ഞു തരണം, നീ ആദരവ് നൽകിയ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് 3 പ്രവർത്തനം മൂസാ നബി എങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അയാളുടെ പേരൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, മറിച്ച് അയാളുടെ ഒരു 3 പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായിരുന്നു പ്രവർത്തനം? ഒന്ന്, കാന ലാ യഹ്സുദുന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് നൽകുന്ന ഔദാര്യത്തിന്റെ മേലിൽ ജനങ്ങളോട് അദ്ദേഹം അസൂയ വെക്കലില്ല. ആളുകൾക്ക് അല്ലാഹു തആല വല്ല അനുഗ്രഹവും കൊടുത്താൽ ആ അനുഗ്രഹത്തിന്റെ പേരിൽ അദ്ദേഹം ജനങ്ങളോട് അസൂയ വെക്കലില്ല. ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, വക്കാന ലാ യഖു വാലിദൈഹി, അദ്ദേഹം മാതാപിതാക്കളെ ഇടങ്ങാറാക്കലില്ല. 3ാമത്തെ കാര്യം, വലാ യംശി ബിൻ നമീമ, ഏഷണിയായിട്ട് നടക്കലില്ല. ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വേറൊരുത്തക്ക് പറഞ്ഞു കൊടുക്കലാണ് ഏഷണി അറിഞ്ഞത്. അതുമായിട്ട് നടക്കലില്ല. ക്ലിപ്പുണ്ടാക്കി നടക്കാന്നൊക്കെ അതിന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായില്ലേ? അങ്ങനെ അതുമായിട്ട് നടക്കലില്ല. അപ്പൊ ഏഷണിയായിട്ട് നടക്കുക, അതേപോലെ മാതാപിതാക്കൾ ഇടങ്ങാറാക്കുക, ജനങ്ങളോട് അസൂയ വെക്കുക, ഇത് ഏറ്റവും മോശമായ സ്വഭാവങ്ങളാണ്. ഈ വൃത്തികെട്ട സ്വഭാവങ്ങളൊന്നും ആർക്കില്ല. പഠിച്ചിട്ട് വലിയ സ്വീകാര്യതക്ക് കാരണമാകും. അസൂയ ഉണ്ടായാൽ അള്ളാഹുൽ നമ്മൾ ബഹുദൂരം അകന്നു പോകാനും അത് കാരണമാകുമെന്നാണ് ഈ ഹദീസിന്റെ ഗുണപാഠം. ഇനി അടുത്ത ഹദീസ്, 6ാമത്തെ ഹദീസ്, നബി സല്ലല്ലാഹു നിങ്ങൾ പറയാണ്, ഇന്നലി നിഅമില്ലാഹി അഅദാഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ ചില ശത്രുക്കളുണ്ട്. അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് ചില ശത്രുക്കളുണ്ട്. അപ്പൊ ഖീല, ചോദിക്കപ്പെട്ടു, വമാ ഉലൈക, ആരാണ് ആ ശത്രുക്കൾ? ഖാല, നിബിതങ്ങൾ പറഞ്ഞു, അല്ലദീന യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു തആല ജനങ്ങൾക്ക് നൽകുന്ന ഔദാര്യത്തിന്റെ മേലിൽ അവരോട് അസൂയ വെക്കുന്നവരാണ് ആ അനുഗ്രഹത്തിന്റെ ശത്രുക്കൾ. അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അത് നമുക്കല്ല മറ്റൊരാൾക്ക് കിട്ടിയാലും അയാളുടെ വിഷമം കാണണ്ടല്ലോ എന്ന് ചിന്തിച്ച് സമാധാനിക്കുന്നതിനു പകരം മറ്റുള്ളവർക്ക് വല്ല അനുഗ്രഹവും കിട്ടുമ്പോൾ അതിനോട് അസൂയ വെക്കുന്ന സ്വഭാവം അള്ളാന്റെ നിഅമത്തിനോടുള്ള ശത്രുതയാണ്. വാസ്തവത്തിൽ ഈ ആളോടുള്ള ശത്രുതയേക്കാൾ അതിന്റെ ഗൗരവം അല്ലാഹു തആല അവതരിപ്പിച്ച ഒരു അനുഗ്രഹത്തോട് കാണിക്കുന്ന ശത്രുതയായിട്ടാണ് അല്ലാഹു തആല കാണുന്നത് എന്ന് ഈ ഹദീസ് നിന്ന് മനസ്സിലാക്കാം. 7ാമത്തെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആളുകൾ നരകത്തിൽ കടക്കും എന്ന് പറഞ്ഞാൽ വല്ല വിചാരണ ഒന്നും നടത്തിയിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമല്ല, നോക്കേണ്ട കാര്യമല്ല നരകത്ത് പോകേണ്ട ആൾക്കാരാണോന്ന്. നേരത്തെ തന്നെ ഷുവറാണ് അവരെങ്ങിട്ടുള്ള ആൾക്കാരാണ്, നരകത്തിലേക്കുള്ളവരാണെന്ന് ഷുവറാണെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ഏതാണ് ആ 6 കൂട്ടം ആളുകൾ? അൽ ഉമറാഉ ബിൽ ജൗരി, ചില ഭരണാധികാരികൾ അവർ അക്രമം കൊണ്ട് നരകത്തിലെത്തിപ്പെടും. ഭരണം കയ്യിൽ കിട്ടുമ്പോൾ ആ ഭരണത്തിൽ നീതിയോടുകൂടെ ഭരണം നടത്തുക എന്നത് വലിയ ഭാഗ്യാണ്. അതേസമയത്ത് കിട്ടിയ ഭരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്റെ കീഴിലുള്ള പ്രജകളെ പരമാവധി ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ആ ശ്രമിക്കുന്ന ഭരണാധികാരികൾ ആ അക്രമത്തിന്റെ പേരിൽ തന്നെ നരകത്തിൽ പോകും. മറ്റൊന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, വൽ അറബു ബിൽ അസബിയ്യ, അതാ അവരുടെ വംശീയതയുടെ പേരിൽ അറബ് സമൂഹത്തിൽ പലരും നരകത്തിൽ പോകും. അതുപോലെ തന്നെ വദ്ദഹാഖീനു ബിത്തകബ്ബുരി, പല രംഗത്തുമുള്ള മേധാവികളായി തെരഞ്ഞെടുക്കപ്പെടുന്നവർ അവരവരുടെ അഹങ്കാരം കൊണ്ട് നരകത്തിൽ പോകും. മനസ്സിലായില്ലേ? ഓരോ സംഗതികളുടെ മേധാവികളായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇതിന്റെ സാമ്രാജ്യമാക്കി മാറ്റുകയും അവൻ അതിന്റെ പേരിൽ തന്നെ അഹങ്കരിച്ചുകൊണ്ട് നരകത്തിൽ എത്തിപ്പെടുകയും ചെയ്യും. അതേപോലെ തുജ്ജാറു ബിൽ ഖിയാന, ആ വഞ്ചന കൊണ്ട് കച്ചവടക്കാർ നരകത്തിൽ ചെന്നുപെടും. കച്ചവടം ചെയ്യുന്ന പല ആൾക്കാരും നമ്മളെ ഈ പരിപാടി ശ്രദ്ധിക്കുന്നുണ്ടാകും. നമുക്കറിയാം സഹോദരങ്ങളെ, നല്ല കച്ചവടക്കാരെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സത്യസന്ധരായ കച്ചവടക്കാരാണെങ്കിൽ നബിമാരോടൊപ്പം സിദ്ദീഖുകളോടൊപ്പം പരലോകത്ത് ഹാജരാക്കപ്പെടാനുള്ള ഭാഗ്യമുള്ളവരാണവർ. അതേസമയത്ത് തെറ്റായ വഞ്ചന നടത്തി കച്ചവടം ചെയ്യുന്നവർ അവര് ഹിസാബില്ലാതെ നരകത്ത് പോണ്ട ആൾക്കാരാന്ന് പറഞ്ഞാൽ അതിനു മാത്രം വലിയ കുറ്റമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി പലതും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ ഖശനാ ഫലൈസ മിന്നാ, നമ്മളെ വഞ്ചിക്കുന്നവർ നമ്മിൽപ്പെട്ടവനല്ലെന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു. ഒരു ഹദീസിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മഴ പെയ്തതിന്റെ പിറ്റേ ദിവസം മാർക്കറ്റിലേക്ക് വന്നപ്പോൾ ഒരു കാരക്ക കച്ചവടക്കാരന്റെ കാരക്കകൾ മൊത്തം കൊട്ടയിൽ ഇങ്ങനെ നിറച്ചു വെച്ച ഒരു കൊട്ടയുടെ ഉള്ളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ കൈ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഉള്ളിൽ നോക്കുമ്പോ പുറത്ത് നല്ല ഉണങ്ങിയ കാരക്കയാണ്, അകത്തതാ നനവുള്ള കാരക്കയുടെ നനവ് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കൈകളിൽ പറ്റി. ആ നനവ് കണ്ടപ്പോ നബി തങ്ങൾ അദ്ദേഹത്തോട് ആ നനവ് കാണിച്ച് ചോദിച്ചു, എന്താ സഹോദരാ ഇത്? ബഹുമാനം പുറത്തു വെച്ചൂടായിരുന്നു നിനക്ക്? മൻ ഖശനാ ഫലൈസ മിന്നാ, ഈ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നവൻ, കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യുന്നവൻ, അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു. കള്ള സത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിറ്റഴിക്കുന്നവൻ ഏറ്റവും മോശമായ തെറ്റ് ചെയ്യുന്നവരാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഇവിടൊക്കെ നമുക്കറിയാലോ, ഇന്നും കൂടെ ചെലവായില്ലെങ്കിൽ എന്താണ്ടി വരും? ഫ്രൂട്ടൊക്കെ നാളെ കച്ചറയിലേക്ക് ഇടേണ്ടി വരും. അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും. ആ സാധനം വാങ്ങാൻ വേണ്ടി ഒരാൾ വന്നിട്ട് ഇത് ഫ്രഷ് ആണോ എന്ന് ചോദിച്ചാൽ അപ്പ വന്നിട്ടുള്ളൂ, വണ്ടിയിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുള്ളൂ എന്ന് അള്ളാനെ പിടിച്ച് സത്യം ചെയ്യണ കച്ചവടക്കാർ എത്ര ഉണ്ട് നാട്ടിലില്ലേ? അപ്പൊ നമ്മൾ ഈ പരിപാടി കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അങ്ങനത്തെ വല്ലവരും ഉണ്ടെങ്കിൽ ഈ ദുനിയാവിന്റെ നക്കാപ്പിച്ചക്ക് വേണ്ടി എന്ത് ചെയ്യരുത്? അങ്ങനത്തെ വലിയ അബദ്ധത്തിലൊന്നും നമ്മൾ ചെന്നുപെടരുത്. കാരണം എന്താ? ഹലാലായ നിലക്ക് കച്ചവടം ചെയ്താൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് തന്നാൽ നമ്മൾ കഴിച്ചിലാകും. അതേസമയത്ത് ബർക്കത്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ നുണ പറഞ്ഞിട്ടും കാര്യമില്ല, എവിടേക്കും എത്താൻ പറ്റൂല അല്ലേ? ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയില്ലേ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ മദീന റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭായിയാക്കി, സഹോദരന്മാരാക്കി. അങ്ങനെയാണ് മക്കത്തുനിന്ന് ചെന്ന ഒരാളെയും മദീനത്തുള്ള ഒരാളെയും. കാരണം മക്കത്തുനിന്ന് എല്ലാം നഷ്ടപ്പെട്ട് ചെന്ന ആളുകളാണ് മക്കക്കാർ, മുഹാജിറുകൾ. അപ്പൊ അവരെ മദീനത്തുള്ള ഓരോ സഹാബികളുടെ വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നബിതങ്ങൾ നിങ്ങളെന്താണ് സഹോദരന്മാരാണ്. ആദ്യം ഉണ്ടായിരുന്ന ഒരു നിയമമാണ്, അനന്തരാവകാശത്തിന്റെ നിയമം വരുന്നതിന് മുമ്പ് ആ സഹോദരന്റെ സ്വത്തിൽ വരെ ഇയാൾക്ക് വേണമെങ്കിൽ എന്താക്കാം, കൈകാര്യം ചെയ്യാം എന്ന അർത്ഥത്തിലുള്ള ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടാക്കി. അപ്പൊ മദീനത്തുള്ള പ്രമുഖനായ ഒരു സഹാബിയുടെ കൂടെയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാന്റെ റസൂൽ സഹോദരനാക്കി പ്രഖ്യാപിച്ചത്. അങ്ങനെ ആ സഹോദരൻ മദീനക്കാരനായ അൻസാരിയായ സഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് ഇന്ന പ്രോപ്പർട്ടികളൊക്കെ ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയാണെങ്കിൽ പറഞ്ഞോളൂ, അത് നിങ്ങൾക്ക് ഞാൻ മാറ്റിവെച്ച് തരാം, അതുമായിട്ട് നിങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ട സംഗതികളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ. എനിക്ക് 2 ഭാര്യമാരുണ്ട്, ആ 2 ഭാര്യമാരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ പറഞ്ഞോളൂ, അവളെ ഞാൻ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കാം, ഇദ്ദ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവരെ വിവാഹം ചെയ്യാം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നനഞ്ഞോടം കുഴിക്കുന്ന സ്വഭാവമല്ലാത്തോണ്ട്
ഇയാൾ ഈ തരാൻ ഏറ്റതുകൊണ്ട് മാക്സിമം പറഞ്ഞു, നിങ്ങളുടെ ഒന്നും വേണ്ട സഹോദര, നിങ്ങളുടെ ഈ നല്ല മനസ്സിന് നന്ദി, ദുല്ലനി അല സൂക്ക്, അങ്ങാടിയിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞെന്നാ മതി. അങ്ങനെ അങ്ങാടി പോയി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹു ചെറുതായ കച്ചവടം തുടങ്ങുകയാണ്. ഏതെടുത്താലും 2 റുപ്യ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് ഇപ്പൊ ഇവിടെ മാർക്കറ്റിലോ കാണൂലേ ലേലാമ് കച്ചവടം എന്ന് പറഞ്ഞ ആ ഏതെടുത്താലും 2 റുപ്യ എന്നുള്ള രൂപത്തിൽ ചെറിയൊരു കച്ചവടം തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ കച്ചവടത്തിന്റെ സന്തോഷം പറഞ്ഞു. അള്ളാഹിന്റെ റസൂല് ബറക്കത്തിന് വേണ്ടിയായിട്ട് ദുആ ചെയ്തു കൊടുത്തു. പിന്നീട് അതാ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറാൻ തുടങ്ങി. വല്ലാത്ത സൗഭാഗ്യം ബിസിനസിന്റെ രംഗത്ത് തനിക്കുണ്ടായി. തൊട്ടതൊക്കെ പൊന്നാക്കുക എന്ന് പറഞ്ഞതുപോലത്തെ ഒരവസ്ഥയിലേക്ക് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എത്തി. അങ്ങനെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവടാണ്ട് വികസിച്ചിട്ട് പിന്നീട് ചരിത്രം പറയണത് കാണാം. 400 ഒട്ടകങ്ങളുടെ ഒക്കെ അകമ്പടിയോടുകൂടെയാണ് ഓരോ കച്ചവട സംഘവും കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരിക. അങ്ങനെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം തിരിച്ചെത്തി എന്ന് അറിഞ്ഞാൽ അന്ന് മദീനത്തൊരു ഉത്സവ ലഹരിയുടെ ഒരു പ്രതീതി ഉണ്ടാവുക. കാരണം എന്താ, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനത്തിന്റെ അത് മറ്റുള്ള മക്കൾക്ക് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം കച്ചവടം കഴിഞ്ഞ് തിരിച്ചെത്തിയ വലിയ സന്തോഷമാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു ബർക്കത്തിന് വേണ്ടിയുള്ള ഒരു ദുആയുടെ ബലത്തിൽ ചുരുങ്ങിയതുകൊണ്ട് തുടങ്ങിയ കച്ചവടം വികസിപ്പിച്ചെടുക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചു. അപ്പോ ഈ നുണ പറഞ്ഞിട്ടും അതേപോലെ തന്നെ ആളുകളെ വഞ്ചിച്ചിട്ടും ഒന്നും കച്ചവടം നടത്തിയാലൊന്നും യഥാർത്ഥത്തിൽ ക്ലച്ച് പിടിക്കൂല. അതുകൊണ്ട് പരലോകത്ത് എന്താവും ചെയ്യും, ഹിസാബിന്റെ മുമ്പ് തന്നെ നരകത്ത് പോകേണ്ട ഗതികേടിൽ എത്തുകയും ചെയ്യുന്ന അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കച്ചവടക്കാർ ശരിക്കും ചിന്തിക്കണം. അത്താജിറു സദൂഖ് നബി തങ്ങളുടെ ഹദീസിൽ കാണാം, സത്യസന്ധനായ കച്ചവടക്കാരൻ അദ്ദേഹം നബിമാരോടൊപ്പം നാളെ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം കിട്ടുന്ന ആളാണ്. കാരണം എന്താ, സത്യസന്ധനായി കച്ചവടം ചെയ്യുമ്പോൾ ചിലപ്പോ എന്താവും, വിചാരിച്ച പോലൊന്നും ലാഭം കിട്ടിയില്ല എന്നൊക്കെ വരാം. പക്ഷെ എന്നിട്ടും അയാൾ ആ രംഗത്ത് പിന്നെ പിടിച്ചു നിൽക്കുകയാണ്. ഈ കച്ചവടത്തിന്റെ എത്തിക്സ്, അതിന്റെ മാന്യതക്ക് വിരുദ്ധമായ ഒരു ശൈലി സ്വീകരിക്കാത്ത ഒരു സ്വഭാവം സ്വീകരിക്കുകയാണെങ്കിൽ എന്താ, കാടാമ്പുഴ കച്ചവടക്കാരനാണോ പിന്നെ അതിന്റെ ഒരു ശൈലി സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹു ബർക്കത്ത് തരും. അതിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. അപ്പോ കച്ചവടക്കാരൻ എന്തുകൊണ്ട് നരകത്തിൽ പോകും? കച്ചവടക്കാരൻ ബിൽ ഖിയാന, ചതി കൊണ്ട് നരകത്തിൽ പോകും. അതേപോലെ തന്നെ അഹ്ലുർ റുസ്താഖ് ബിൽ ജഹാല, ചില പിന്നെ വിവിധ അർത്ഥങ്ങൾ അതിന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. ചില ഗ്രാമ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ എന്നൊരർത്ഥം ഇതിന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചില പ്രത്യേക നേതൃത്വം നൽകപ്പെടുന്നു. അതേസമയത്ത് അതിന് യോഗ്യരല്ലാത്ത ആളുകൾ, അവരുടെ വിവരക്കേട് കൊണ്ട് എവിടെ എത്തിപ്പെടും? നരകത്തിലെത്തിപ്പെടും. വിവരക്കേട് കൊണ്ട് ചെയ്യേണ്ട സംഗതികളൊന്നും ചെയ്യാൻ സാധിക്കാതെ എന്നാ പഠിക്കാനോട്ട് തയ്യാറില്ലാത്ത വിധത്തിൽ ഉള്ള ആളുകൾ അവർ അതിന്റെ പേരിൽ വിവരക്കേട് കൊണ്ട് നരകത്തിൽ പോകും. വൽ ഉലമാഉ ബിൽ ഹസദി, ഇതാണ് നമ്മളെ ചർച്ച. വൽ ഉലമാഉ ബിൽ ഹസദി, പണ്ഡിതന്മാർ അവർ അസൂയ കൊണ്ട് നരകത്തിൽ പോകും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഉലമാക്കൾ പലരും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരീക്ഷണാണ് എന്ത്, ഈ ഹസദ് എന്ന് പറഞ്ഞത്. അല്ലാത്തവർക്ക് ഇല്ലാന്നല്ല, മറിച്ച് ഇവർക്ക് അസൂയ ഉണ്ടായാൽ ആ അസൂയ കൊണ്ട് അവര് നരകത്തിൽ പോകാൻ മാത്രം അത് കാരണമാകും. അതിന്റെയൊക്കെ തെളിവുകൾ വിശദീകരിക്കേണ്ടതൊന്നുമില്ലല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് വന്നാ പിന്നെ എങ്ങനെങ്കിലും അസൂയ വെക്കപ്പെടുന്ന ആളെ ഒരു വഴിക്കാക്കണം എന്ന് മാത്രം ചിന്തിച്ച് മാത്രം നടക്കൂലേ. അപ്പൊ നീതിയോ അനീതിയോ ഒന്നും പ്രശ്നമല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്ത് അതിന് മാത്രം സമയം കളയുന്ന ആളുകൾ നമുക്കറിയില്ലേ. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം വിഷമങ്ങളിലൊക്കെ ചെന്നുപെട്ട ആളുകൾക്കൊക്കെ അള്ളാഹു മനസ്സ് നന്നാക്കി കൊടുക്കട്ടെ എന്ന് നമ്മൾ ദ്വാർക്കുകയാണ്. കാരണം എന്താ, അള്ളാഹു സുബ്ഹാനഹു വ തആല പല മനുഷ്യന്മാരുടെയും ജീവിതത്തിൽ അത്തരത്തിലുള്ള ദുരന്തം നമ്മൾ സമകാലിക സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എത്തിപ്പെടരുതല്ലോ, അത്തരം ഒരു അവസ്ഥയിലേക്ക് ചെന്നുപെടരുതല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഏതായാലും അസൂയ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളാണ് ഇപ്പൊ ഈ ഹദീസുകളിലൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി അമ്മൽ അസറുകൾ, അതായത് മഹാന്മാരായ പിന്നെ സ്വാലിഹീങ്ങളുടെ വാചകങ്ങൾ. ആ വാചകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹുക്കിയ അന്ന ഔഫ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ദഖല അലൽ ഫളൽ ബിനുൽ മുഹല്ലബി, ഫളൽ ബിനുൽ മുഹല്ലബ് എന്ന ആളുടെ അടുത്ത് വന്നു.
വക്കാന യൗമ ഇദ്നല വാസിത്തിൻ, അന്ന് അദ്ദേഹം വാസിത്ത് എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നി ഉരീദു അൻ അഅ്ലക ബിശൈഇൻ, ഞാൻ നിന്നോട് ചില ഉപദേശങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഇയ്യാക വൽ കിബ്റ, നിന്നെയും അഹങ്കാരത്തെയും നീ സൂക്ഷിക്കണം, അഥവാ നീ ഒരിക്കലും അഹങ്കാരിയാവരുത്. കാരണം ഫഇന്നഹു അവ്വലു ദംബിൻ അസല്ലാഹ ബിഹി ഇബ്ലീസ്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാഹുവിനോട് ചെയ്ത ആദ്യത്തെ ദോഷമാണ് കിബ്ർ. എന്നിട്ട് സുമ്മഖറ, അതിന് തെളിവായിട്ട് മഹാൻ ഓതി, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബർ. സൂറത്തുൽ ബഖറയുടെ 34-ാമത്തെ ആയത്ത് നേരത്തെ നമ്മൾ വിശദീകരിച്ചു പോയിട്ടുള്ളതാണ്. വഇദ് ഖുൽനാ ലിൽ മലായിക, മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം, ഉസ്ജുദൂ ലിആദം, ആദം നബിക്ക് സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞ സന്ദർഭം. ഫസജദൂ, അവരെല്ലാവരും സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴിച്ച്. അബ, എന്തുകൊണ്ട് അവൻ സുജൂദ് ചെയ്തില്ല? അവൻ വിസമ്മതിച്ചു, വസ്തക്ബറ, അഹങ്കാരിയാവുകയും ചെയ്തു. അപ്പൊ ഇബ്ലീസ് ആദ്യമായിട്ട് അള്ളാഹിനോട് ചെയ്ത ദോഷാണ് അഹങ്കാരം. അതുകൊണ്ട് ഒരിക്കലും നിന്നിൽ നിന്ന് കിബിർ ഉണ്ടാകരുത് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. രണ്ടാമത്തത് ഇയ്യാക വൽ ഹിർസ, നീ എന്തിനെ സൂക്ഷിക്കണം? ആക്രാന്തത്തെ സൂക്ഷിക്കണം. അലച്ച, അത്യാഗ്രഹം എന്നൊക്കെ പറയും. ആ അത്യാഗ്രഹത്തെ നീ സൂക്ഷിക്കണം. ഫഇന്നഹു, പിന്നെ അഖ്റജ ആദമ മിനൽ ജന്ന, ആദം നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് അത്യാഗ്രഹമാണ്. അത്യാഗ്രഹം പറഞ്ഞാൽ ആദം നബിക്ക് ഉണ്ടായി എന്നുള്ള അർത്ഥം കാണേണ്ടതില്ല, മറിച്ച് പിന്നെ അവിടെ ഉണ്ടായ മൊത്തം സംഭവങ്ങൾ, ആ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം, അതിന്റെ പിന്നെ ധാർമ്മിക ഉത്തരവാദിത്വം ആദം നബി അലൈഹി ഇസ്ലാമിനാണല്ലോ. അവിടെ ഇപ്പൊ എന്താ സംഭവം? സ്വർഗത്തിൽ തന്നെയാണ് കാലാകാലം കഴിച്ചുകൂട്ടണം എന്നാണ് ആഗ്രഹിച്ചു പോയി, അല്ലെ? ആ മരത്തോട് അടുക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്ത് ചെയ്തു? വേലിക്ക് പുറത്തുനിന്ന് നേരത്തോനെ പുറത്താക്കിയതാണ്. അതുകൊണ്ട് വേലിയുടെ പുറത്തുനിന്ന്, മതിലിന്റെ പുറത്തുനിന്ന് പറഞ്ഞു കൊടുത്തു അള്ളാ ബീവിക്ക്. എന്താ പറഞ്ഞു കൊടുത്ത്? നിങ്ങൾക്ക് ഞാൻ ഈ പിന്നെ സ്വർഗത്തില് കാലാകാലം താമസിക്കാൻ അധികാരം കിട്ടുന്ന ഇവിടുത്തെ ഒരു വലിയൊരു അത്ഭുതമുള്ള മരമുണ്ട്. ആ മരത്തിന്റെ പഴം ഞാൻ പറഞ്ഞുതരാം. ഹൽ അദുല്ലുക്കും അലാ ശജറത്തിൽ ഖുൽദി വമുൽക്കിൻ ലാ യബ്ലാ, ഒരിക്കലും നശിക്കാത്ത അധികാരവും കാലാകാലം ഇവിടെ താമസിക്കാനുള്ള പിന്നെ ലൈസൻസും നേടിത്തരുന്ന ഒരു മരണ്ട് ഇവിടെ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കാലാകാലം ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാനുള്ള ആഗ്രഹം കൊണ്ട്, അത്യാഗ്രഹം കൊണ്ട് എന്ത് ചെയ്തു? അത് ഇവന് പറഞ്ഞു കൊടുത്തോടുകൂടെ ആ മരത്തിൽ പോയിട്ട് പഴം പറിച്ചു. വാസ്തവത്തിൽ ആ മരത്തോട് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട മരയുന്നു അത്. അപ്പൊ ഈ അവിടെ തന്നെ താമസിക്കാനുള്ള ആഗ്രഹത്തിനിടക്ക് എന്ത് ചെയ്തു? ഇതിനെക്കുറിച്ചൊരു ചെറിയ ചിന്തക്കുറവ് സംഭവിച്ചു പോയി എന്നാണ്. അപ്പൊ ആദം നബി അലൈഹിസ്സലാമിനെയും അതേപോലെ ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് വാസ്തവത്തിൽ ഈ അത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കണം. അസ്കനഹുല്ലാഹു ഫീ ജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർളു ഫഅകല മിൻഹാ ഫഅഖ്റജഹുല്ലാഹ്. ആകാശഭൂമി കണക്ക് വിശാലമായ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ താമസിപ്പിച്ചു. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? ആ പഴത്തിൽ നിന്ന് ഭക്ഷിച്ചതോടുകൂടെ അള്ളാഹു തആല അതിന്റെ കാരണത്താൽ പുറത്താക്കി. എന്നിട്ട് പിന്നെ വഇയ്യാക വൽ ഹസദ, മൂന്നാമത്തെ വിഷയം, വഇയ്യാക വൽ ഹസദ, നീ അസൂയ സൂക്ഷിക്കണം. കാരണം എന്താ? ഫഇന്നഹു ഖതല ഇബ്നു ആദമ ഖാഹു, ആദം നബി അലൈഹിസ്സലാമിന്റെ ഒരു മകൻ തന്റെ സഹോദരനെ കൊന്നത് ഹീന ഹസദഹു, ആ സഹോദരനോട് അസൂയ തോന്നിയ സമയത്താണ്. എന്നിട്ട് സുമ്മ ഖറആയി മഹാനോദി വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക. ബഹുമാനപ്പെട്ട ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തുൽ മാഇദയുടെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. എന്താ പറയുന്നത്? പിന്നെ വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദം, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ടു മക്കളുടെ ചരിത്രം തങ്ങൾ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുക. ഇത് ഖറബ ഖുർബാനൻ, രണ്ടുപേരും എന്ത് ചെയ്തു? അള്ളാഹുവിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമർപ്പണം നടത്തി. ആ സമർപ്പണം നടത്തിയപ്പോൾ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ, ഒരാളുടേത് സ്വീകരിക്കപ്പെട്ടു, മറ്റാളുടേത് സ്വീകരിക്കപ്പെട്ടില്ല. അപ്പൊ സ്വീകരിക്കപ്പെടാത്ത ആൾക്ക് അതെടുത്തപ്പോ മൈക്ക് നീങ്ങിപ്പോയതാ. അപ്പോ പിന്നെ ആ സ്വീകരിക്കപ്പെട്ട ആള്, സംഭവം നമുക്ക് അറിയാം. ഹാബീലും കാബീലും ആയിട്ടുള്ള ആ ചർച്ചയാണ് പറയുന്നത്. ഹാബീൽ എന്ന് പറയുന്ന നല്ല മനുഷ്യൻ, ആ ഹാബീൽ എന്ന് പറയുന്ന നല്ല മനുഷ്യനോട്
ഹാബീൽ എന്ന് പറയുന്ന വൃത്തികെട്ട സ്വഭാവമുള്ള സഹോദരൻ എന്ത് തോന്നി? അസൂയ തോന്നി. ആ അസൂയയുടെ കാരണം നേരത്തെ ഉണ്ടായതാണ്. എന്താ നേരത്തെ ഉണ്ടായ കാരണം? അത് ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അതിന് നബി അലൈഹി ഇസ്ലാമിന്റെ ആ മക്കളുടെ കൂട്ടത്തിൽ ഒരു പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും. അപ്പൊ അടുത്ത പ്രസവത്തിലുള്ള ആണും അടുത്ത പ്രസവത്തിലെ പെണ്ണും. ഈ നേരെയുള്ള കുട്ടീനെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി അപ്പോഴും ഒരു ചെറിയ ഒരകൽച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം അന്ന് ചെയ്തതായിരുന്നു, ഈ പ്രസവത്തിലുള്ള ആണ് അടുത്ത പ്രസവത്തിലുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുക. സഹോദരനും സഹോദരിയും ആണെങ്കിലും ഒരു ചെറിയ അകൽച്ച എന്ന രൂപത്തിൽ ആ വിവാഹം അങ്ങനെ നടക്കണം. അപ്പൊ നോക്കുമ്പോ കാബീലിന്റെ കൂടെ പ്രസവിക്കപ്പെട്ട പെണ്ണിനാണ് ഹാബീലിന്റെ കൂടെ പ്രസവിക്കപ്പെട്ട പെണ്ണിനേക്കാളും സൗന്ദര്യം. അപ്പൊ സ്വന്തം പെങ്ങളോട് മറ്റേ പെങ്ങളെക്കാളും സൗന്ദര്യം കണ്ടപ്പോ ആർക്ക് അഭിനിവേശം തോന്നി? ഹാബീലിന് അഭിനിവേശം തോന്നി. ഞാൻ എന്റെ കൂടെ തന്നെ പ്രസവിച്ച പെങ്ങളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇസ്ലാം അന്നത്തെ ശരീഅത്ത് അത് അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അതൊന്നും പറ്റില്ല, ഞാൻ അതിനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ. ഇയാൾ ദുർവാശി പിടിച്ചു. അപ്പോഴാണ് എന്ത് ചെയ്യണത്? എന്നാ പിന്നെ നിന്റെ ആ നിലപാട് ശരിയാണോ അല്ലേ എന്ന് നോക്കാൻ രണ്ടുപേരും എന്ത് നടത്തുക? ഒരു പ്രത്യേകമായിട്ടുള്ള വഴിപാട് നടത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി വഴിപാട് നടത്താൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടു. വഴിപാട് പറഞ്ഞാല് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഏതെങ്കിലും ഒരു സമർപ്പണം. അപ്പൊ ഹാബീല് നല്ല ആടിനൊക്കെ വളർത്തുന്ന ആളായിരുന്നു. അദ്ദേഹം നല്ല സുന്ദരനായ നല്ലൊരാടിനെ എന്ത് ചെയ്തു? അള്ളാഹുവിന് വേണ്ടി ബലിയറുത്തു. അതേസമയത്ത് മറ്റേ കൃഷിയൊക്കെ നടത്തുന്ന ആളാണ്. ആ കൃഷിയുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കും വേണ്ടാത്ത വളരെ ഒന്നിനും കൊള്ളാത്ത കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്തു? അയാളും ബലിയർക്കാൻ വേണ്ടി കൊണ്ടുവന്നു, ബലി അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഇന്നത്തെ ഒരു വ്യത്യാസം എന്താ വെച്ചാല്, അന്നിങ്ങനെ ഒരു ബലി നടത്തിയാൽ അല്ലെങ്കിൽ ഒരു വഴിപാട് നടത്തിയാൽ അത് അല്ലാഹു തആല സ്വീകരിച്ചോ അല്ലേന്ന് അപ്പൊ തന്നെ അറിയാൻ പറ്റും. റിസൾട്ട് അപ്പൊ തന്നെ കിട്ടും. സ്വീകരിച്ചാൽ എന്ത് ചെയ്യും? സ്വീകരിച്ചാൽ ആകാശത്തുനിന്ന് ഒരു തീ വന്നിട്ട് അതിനെ തിന്നു കളയലാണ്. സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് വരൂല? തീ വരൂല. ഇന്നിപ്പോ ഈ റസൂലാന്റെ ഉമ്മത്തിന് അല്ലാഹു തആല ഇപ്പോ അത്തരം വഷളത്തരത്തുനിന്ന് കാത്തിരിക്കുകയാണ് നമ്മളെ. നമ്മൾ ചെയ്യണത് ശരിയായോ അല്ലേ എന്നുള്ളത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പലരും എന്തെന്ന് രക്ഷപ്പെടുന്നുണ്ട് അല്ലെ? അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ രക്ഷപ്പെടുന്നു. അല്ലാഹു തആല പരലോകത്തും നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ. എന്റെ മഹലായ ഫضല് കൊണ്ട് അവൻ സ്വീകരിക്കും വിധത്തിൽ ഹൈറായ സംഗതികളൊക്കെ കുറ്റമറ്റ വിധത്തിൽ പരമാവധി പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷെ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയം തന്നെയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുകയാണ് ഞാൻ ഇപ്പൊ മല മറിച്ചു അല്ലെ, വലിയ സംഭവം ചെയ്തു എന്നുള്ള തോന്നൽ വരികയാണ്. ഒരിക്കലും തന്നെ വിശ്വാസിക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ അമലുകൾ എന്ന ആ പ്രഖ്യാപനം കണ്ടിട്ട് അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങളൊക്കെ വലിയ ബേജാറിലാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ മുത്തഖിയായി പരിഗണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പരിഗണിച്ചുവെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അല്ലാഹു തആല എന്റെ അമല് സ്വീകരിക്കുമെന്ന്. പക്ഷേ മുത്തഖി എന്ന ഉന്നതമായ സ്ഥാനം അതെനിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലാത്തതിനാൽ ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം അവന് ഉറപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് വലിയ ബേജാറിലാവണം അവൻ. അപ്പൊ അതേ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള സമൂഹങ്ങളിൽ അവരൊരു സംഗതി ചെയ്താൽ അല്ലാഹു തആല അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആകാശത്ത് നിന്ന് തീ വന്നിട്ട് അത് തിന്നുകളയും. അപ്പൊ ഈ കാബീൽ ഈ വഴിപാടിനെയും അത്ര വലിയ കാര്യമാക്കി എടുത്തില്ല. അവൻ എന്ത് ചെയ്തു? വേണം വേണ്ട എന്ന രൂപത്തിൽ ഒരു ചെറിയ സമർപ്പണം നടത്തി. അതേസമയത്ത് ഹാബീൽ അത് കാര്യമായി കൊണ്ടുവന്നു. അങ്ങനെ ഹാബീലിന്റെ വഴിപാട് അല്ലാഹു തആല സ്വീകരിച്ചു. അഥവാ ആകാശത്ത് നിന്ന് തീ വന്നിട്ട് തിന്നു. അതേസമയത്ത് കാബീലിന്റേത് സ്വീകരിക്കപ്പെട്ടില്ല. അഥവാ തീ വന്നതിനെ തിന്നില്ല, അതിനെ തിരസ്കരിച്ചു. അപ്പൊ എന്തായി? നേരത്തെ തന്നെ ഹാബീലിനോട് കാബീലിന് ഭയങ്കര വെറുപ്പും ദേഷ്യമുണ്ട്. അതിന്റെ പുറമെ ഈ സംഭവം കൂടെ ആയപ്പോ ദേഷ്യം ഒന്നുകൂടിയും കൂടി. ആ ദേഷ്യം ഒന്നുകൂടെ കൂടിയപ്പോ അവനെന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു ഇന്നിലാക്തുലന്നക, നിശ്ചയം നിന്നെ ഞാൻ തട്ടിക്കളയുമെന്ന് ഹാബീൽ എന്ന നല്ല മനുഷ്യനോട് ഭീഷണി മുഴക്കി. ആ ഭീഷണി മുഴക്കിയപ്പോഴും അദ്ദേഹം വളരെ സമാധാനത്തോടുകൂടെ പറഞ്ഞു ഓ സഹോദര, നീ എന്നെ കൊല്ലാൻ വേണ്ടി കൊലക്കത്തിയുമായി എന്റെ നേരെ ചീറിപ്പാഞ്ഞു വന്നാലും ഞാൻ ഒരിക്കലും തന്നെ നിന്റെ നേരെ നിന്നെ കൊല്ലാൻ വേണ്ടിയുള്ള
ഒരു പദ്ധതിയിലേക്കും ഞാൻ പോകൂല. കാരണം ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകം നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. എന്റെ പ്രവർത്തനങ്ങൾ അവൻ നിരീക്ഷിക്കുന്നുണ്ട്. അവൻ ഇഷ്ടപ്പെടാത്ത ഒരു പണിയും ചെയ്ത് ഞാൻ ഒരിക്കലും തന്നെ എന്റെ പരലോകം നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഹൃദയസ്പർക്കായ ഉപദേശം കേട്ടിട്ടും ഹാബീലിന്റെ മനസ്സിലൊരു മാറ്റവും ഉണ്ടായില്ല. അയാൾ വന്ന് ഹാബീലിനെ കൊല ചെയ്തു. ആ കൊലയിലേക്ക് നയിച്ച സംഗതി എന്താണ്? അൽ ഹസദു, അത് അസൂയയാണ് സഹോദര. അതുകൊണ്ട് ഇയ്യാക വൽ ഹസദ, നീ അസൂയയെ സൂക്ഷിക്കണം. കാരണം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ തന്റെ സഹോദരനെ കൊല്ലാൻ, അഥവാ ലോക ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം നടന്നതിന്റെ കാരണം അത് അസൂയയിൽ നിന്നുണ്ടായതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അസൂയ എന്ന് പറയുന്നത് അന്ന് തുടങ്ങിയിട്ടുള്ള സംഗതിയാണ്. അത് വലിയ അപകടത്തിലേക്കും അബദ്ധത്തിലേക്കും മനുഷ്യനെ കൊണ്ടെത്തിക്കും എന്ന് ഈ മഹാന്റെ ഉപദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ അസർ ഖാല ഇബ്നു സുബൈരി, ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, മാ ഹസത്തു അഹദൻ അലാ ഷൈഇൻ മിൻ അംരി ദുനിയ, ദുനിയാവിന്റെ കാര്യത്തിൽ ഒന്നിന്റെ പേരിലും ഞാൻ ഒരാളോടും അസൂയ വെച്ചിട്ടില്ല. കാരണം എന്താ? ദുനിയാവിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്ലസ് ഉണ്ടാവുമ്പോഴാണല്ലോ അസൂയ വെക്കുക പലരും അയാളോട്. എന്നാൽ ഒരു ദുനിയാവിന്റെ ഒരു വിഷയത്തിൽ ഞാൻ ഒരാളോടും അസൂയ വെച്ചിട്ടില്ല. കാരണം ലി അന്നഹു ഇൻകാന മിൻ അഹ്ലിൽ ജന്ന, ആ ദുനിയാവിന്റെ നേട്ടം കിട്ടിയ മനുഷ്യൻ അയാൾ സ്വർഗാവകാശിയാണെങ്കിൽ ഫകൈഫ അഹ്സുദുഹു അലാ അംരി ദുനിയ, ഈ നക്കാപ്പിച്ച ദുനിയാവിന്റെ പേരിൽ ഞാൻ എങ്ങനെയാ മൂപ്പരോട് അസൂയ വെക്കുക? വഹുവ യസീറു ഇലാ വഹുവ യസീറു വഹിയ ഹഖീറത്തുൻ ഫിൽ ജന്ന ഫകൈഫ അഹ്സുദുഹു, ഞാൻ എങ്ങനെയാ മൂപ്പരോട് അസൂയ വെക്കുക? കാരണം എന്താ? വഹുവ യസീറു ഇലൽ ജന്ന, അയാൾ വഹിയ ഹഖീറത്തുൻ ഫിൽ ജന്ന, അത് സ്വർഗത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോ ഈ ദുനിയാവിൽ കിട്ടിയ അയാൾ ആ സൗകര്യം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, വളരെ നിസ്സാരാണ്. അതുകൊണ്ട് ആ നിസ്സാരമായ ദുനിയാവിന്റെ നേട്ടത്തിന്റെ പേരിൽ അയാളോട് ഞാൻ അസൂയ വെച്ചിട്ട് എന്താ കാര്യം? അയാൾ അതിലും വലിയ നേട്ടത്തേക്ക് പോവുകയാണ്, സ്വർഗത്തേക്ക്. അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ആ സ്വർഗത്തേക്ക് പോണ ആളോട് ഈ ദുനിയാവിന്റെ നക്കാപ്പിച്ചയുടെ പേരിൽ ഞാൻ അസൂയ വെക്കുന്നത് ബുദ്ധിമോശല്ലേ? അതേസമയത്ത് വൈങ്കാന മിൻ അഹ്ലിന്നാരി, ദുനിയാവിൽ എന്തെങ്കിലും അള്ളാഹു തആല അനുഗ്രഹം കൊടുത്ത ആള്, അയാള് പരലോകത്ത് നരകാവകാശികളിൽപ്പെട്ട ആളാണെങ്കിലോ ഫകൈഫ അഹ്സുദുഹു അലാ അംരി ദുനിയ, എങ്ങനെയാണ് ഞാൻ അയാളോട് ദുനിയാവിന്റെ പേരിൽ അസൂയ വെക്കേണ്ടത്? വഹുവ യസീറു ഇലന്നാർ, അയാൾ നരകത്തേക്ക് പോകാനുള്ള ആളാണ്. അവിടെ എത്തിയാലോ അയാൾക്ക് പള്ള നിറച്ച് അവിടെ എന്ത് കിട്ടാൻ പോകുന്നുണ്ട്? തിന്മയും ശിക്ഷയോ കിട്ടാൻ പോണത്. അതുകൊണ്ട് തന്നെ അയാളോട് ഞാൻ അസൂയ വെക്കേണ്ടതില്ല. അപ്പൊ ചുരുക്കത്തിൽ ഒരാളോടും എന്ത് വെക്കാൻ വകുപ്പില്ല, അസൂയ വെക്കാൻ വകുപ്പില്ല. അതുകൊണ്ട് ഞാൻ ഒരു മനുഷ്യരോടും അസൂയ വെച്ചിട്ടില്ല. ഇത് നമ്മുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവരേണ്ട സ്വഭാവമാണ് എന്നർത്ഥം. മൂന്നാമത്തെ അസർ ഖാല റജുലുൽ ലിൽ ഹസനി, ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഹൽ യഹ്സുദുൽ മുഅ്മിനു, ഒരു സത്യവിശ്വാസി എങ്ങനെ അസൂയക്കാരനാകുമോന്ന്? ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ എങ്ങനെ അസൂയക്കാരനാകുമെന്ന്? അതായത് മൂപ്പരെ കണക്കൂട്ടലനുസരിച്ച് ഈമാനുള്ളവരെന്താവില്ല അസൂയ വെക്കൂലല്ലോ എന്ന നിലക്ക് അദ്ദേഹം ഒരു നിർദോഷമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചതാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ അസൂയ വെക്കുമെന്ന് വെച്ചു. അപ്പൊ കാല ആ അൻസാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അൻസാക ബനി യാക്കൂബ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളുടെ സംഭവം എന്തേയും മറന്നുപോയോ? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ അവര് വിശ്വാസികൾ തന്നെയല്ലേ? അവരെ കാര്യം മറന്നുപോയോ? ഇല്ലാ അന്നഹു ലാ യദുറുക, പിന്നെ പക്ഷേ അതായത് അസൂയ എന്താക്കും? ഒരു മനുഷ്യന്റെ മനസ്സിൽ എങ്ങനെ ശ്രമിച്ചാലും വന്നു പോകും. ഇല്ലാ അന്നഹു ലാ യദുറുക മാലം തഅദു ബിഹി യദൻ വലിസാനൻ, അസൂയയുടെ അടിസ്ഥാനത്തിൽ നാവോ കയ്യോ ഉപയോഗപ്പെടുത്തി നീ അതിന്റെ പ്രവർത്തനത്തിലേക്ക് കടന്നില്ലെങ്കിൽ അത് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കൂല. അതായത് എത്ര നല്ല മനസ്സാന്ന് പറഞ്ഞാലും ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടി എനിക്കതില്ലാന്ന് തോന്നുമ്പോ ചിലപ്പോ എന്ത് വരും? മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു നിരാശയൊക്കെ തോന്നിക്കൂടായൊന്നുമില്ല. പക്ഷെ ആ തോന്നണ നിരാശയുടെ അടിസ്ഥാനത്തിൽ ഈ കിട്ടിയ മനുഷ്യന്റെ ആ നന്മ നീങ്ങിപ്പോകാൻ വേണ്ടിയുള്ള പണിയെടുക്കുക, കൈകൊണ്ടും അതേപോലെ തന്നെ നാവുകൊണ്ടും. ആ അസൂയക്കാരൻ ആ കിട്ടിയ ആളെ മാക്സിമം ഉപദ്രവിക്കുന്ന ജോലി ചെയ്യാന്നുള്ളതാണ് ഉണ്ടാകാൻ പാടില്ലാത്തത്. അത് ചെയ്യാണ്ടെന്നാ മതി എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. നാലാമത്തത് കാല മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലുന്നാസി, എല്ലാ ജനങ്ങളും അഖ്ദറു അലാ റിളാഹു, അയാളെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് സാധിക്കും. മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, അയാളെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയും. ഇല്ലൽ ഹാസിദ്, അസൂയക്കാരനെ ഒഴിച്ച്. അസൂയക്കാരനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്താ? ഫഇന്നഹു ലാ യുർളീഹി ഇല്ലാ സവാലുൻ നിഅമ,
നിഅമത്ത് നീങ്ങിപ്പോകലല്ലാതെ അയാളെ തൃപ്തിപ്പെടുത്തൂല. ഒരാൾക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു വിഷമുണ്ടെങ്കിൽ ആ വിഷമം തീർക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലപ്പോഴും അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട് അത് തീർക്കാൻ പരമാവധി പരിശ്രമിക്കാൻ പറ്റും. എന്നാൽ അസൂയ വെച്ചതിന്റെ പേരിലാണ് നമ്മളോട് ഒരാൾക്ക് പ്രശ്നിച്ചെങ്കിൽ ഓന്റെ എന്ത് ചെയ്യില്ല, ഓൻ നമുക്ക് നന്നാക്കാൻ കഴിയില്ല, ഓന് തൃപ്തിപ്പെടുത്താനും കഴിയില്ല. കാരണം എന്താ? ഓന് തൃപ്തിയാവണമെങ്കിൽ എന്തുണ്ടായേ പറ്റൂ? നമ്മൾ കുത്തുവാളെടുക്കണം. അപ്പൊ അതുകൊണ്ട് അസൂയക്കാരനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അഞ്ചാമത്തെ അസർ, അൽ ഹാസിദു ലാ യനാലു മിനൽ മജാലിസി ഇല്ലാ മദിമ്മതൻ വദുല്ലാ. ഒരു അസൂയക്കാരൻ ഒരു സദസ്സിൽ നിന്നും ആക്ഷേപവും നിന്ദയുമല്ലാതെ അവന് ലഭിക്കില്ല. അസൂയക്കാരൻ ആ അസൂയയുടെ പേരിൽ ഓൻ പറയുന്ന വർത്താനങ്ങള്, അതേപോലെ തന്നെ ഓന്റെ സമീപനങ്ങള്, അതൊക്കെ എന്തുണ്ടാക്കും? വളരെ ആളുകളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കും. ഇത് അസൂയയുടെ പേരിൽ തന്നെയാണെന്നുണ്ടാവും, എല്ലാവർക്കും മനസ്സിലാകും. ഇപ്പൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പല സംഗതികളെയും ഈ പ്രസ്താവനയോട് നമ്മൾ ചേർത്ത് വായിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. മജ്ലിസുകളിൽ നിന്ന് അവരോട് അവമതിപ്പും അതേപോലെ തന്നെ ആക്ഷേപം, എന്താ ഇയാളി പറയണത് അല്ലേ, എന്ന് തോന്നിപ്പോകും. അതെ അതൊക്കെ തന്നെ എന്ന് തോന്നിപ്പോകുന്ന സംഗതികള്. അതേപോലെ തന്നെ ആളുകളുടെ മുന്നിൽ അവര് പറ്റ നിന്ദ്യരായി പോകുന്ന ഒരവസ്ഥ. ആ തീരുമാനം എടുത്തില്ലെങ്കിൽ ഈ അവധി കഴിഞ്ഞാൽ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ പറയില്ലേ? അതൊക്കെ വാസ്തവത്തിൽ അവരെന്നെ ജനങ്ങളുടെ മുന്നിൽ ചെറുതാകുന്ന ഒരു പണിയല്ലേ? അപ്പൊ അങ്ങനെ ചെറുതാകുന്ന പണി അസൂയയുടെ പേരിലാണ് പലരും എന്ത് ചെയ്യണത്, അങ്ങനെ എത്തിപ്പെടുന്നത്. അപ്പൊ അസൂയക്കാരന് ഒരു സദസ്സിൽ നിന്ന് ആക്ഷേപവും അതേപോലെ തന്നെ നിന്ദ്യതയുമല്ലാതെ ലഭിക്കില്ല. വലാ യനാലു മിനൽ മലായികത്തി ഇല്ലാ ലഅനതൻ വബുഗ്ളാ. അതേ സമയത്ത് മലക്കുകളിൽ നിന്ന് ശാപവും ദേഷ്യവും അല്ലാതെ അവന് ലഭിക്കില്ല. അഥവാ അസൂയക്കാരന അസൂയയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത പല വാക്കുകളും പറയും. അവന്റെ മനസ്സിൽ പല ദുശ്ചിന്തകളും കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ അതൊക്കെ മലക്കുകൾക്ക് അവനോട് വെറുപ്പുണ്ടാക്കുന്ന സംഗതിയാണ്. അതിന്റെ പേരിൽ അല്ലാഹു തആലാന്റെ ശാപത്തിന് വേണ്ടി ആ മലക്കുകൾ ഒരു പക്ഷേ പ്രാർത്ഥിച്ചെന്നിരിക്കും. അതോടൊപ്പം തന്നെ വലാ യനാലു മിനൽ ഖൽഖി ഇല്ലാ ജസഅൻ വഗമ്മാ. പടപ്പുകളിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് അവന് ഒരിക്കലും തന്നെ ബേജാറും അതേപോലെ തന്നെ ടെൻഷനും അല്ലാതെ ലഭിക്കില്ല. കാരണം എന്താ? ഇവന്റെ ഈ താല്പര്യത്തിനനുസരിച്ച് പലരും നിന്നുകൊടുത്തോളണമെന്നില്ല. അവര് വിഷയത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ സഹായിക്കരുത് എന്നൊക്കെ പറഞ്ഞാലും അവർ സഹായിക്കും. അപ്പൊ അതൊക്കെ കാണുമ്പോ സഹായിക്കുമ്പോ അതേപോലെ തന്നെ ഇവരുടേത് മൈൻഡ് ചെയ്യാണ്ടക്കുമ്പോ ഒക്കെ എന്ത് വരും? അപ്പൊ കൂടുതൽ ദേഷ്യം വരും, ബേജാറ് വരും, അതേപോലെ തന്നെ ടെൻഷൻ വരും. അതല്ലാതെ സൃഷ്ടികളിൽ നിന്ന് അസൂയക്കാരന് ലഭിക്കില്ല. വലാ യനാലു ഇൻദൽ ഫസഇ ഇല്ലാ ശിദ്ദതൻ വഹൗലാ. അതാ റൂഹ് പിരിയുന്ന സമയത്ത് അവന് വല്ലാത്ത ബേജാറും ശിക്ഷയും അതേപോലെ തന്നെ ഭയാനകമായിട്ടുള്ള ഭയവുമല്ലാതെ ലഭിക്കില്ല. കാരണം എന്താ? ഈ ജീവിച്ച സമയം മുഴുവനും തന്റെ സകല ഹൈറുകളും അത് നഷ്ടപ്പെട്ടു പോകുന്ന പണികളിലേക്കാണ് അവൻ എത്തിയത്. നേരത്തെ നമ്മൾ ഒന്നാമത്തെ ഹദീസ് തന്നെ പറഞ്ഞത് എന്താണ്? നന്മകളെ അസൂയ തിന്നുകളയും, ഏതുപോലെ തീയ് വിറകിനെ തിന്നും പ്രകാരം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതേപോലെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത സംഗതികളുടെ ഒക്കെ നന്മ നഷ്ടപ്പെടുത്താൻ മാത്രം ഈ അസൂയയുടെ പേരിൽ അവൻ കാണിച്ച ഓരോ സംഗതികളും കാരണമാകുന്നുണ്ട്. അതിനാൽ തന്നെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണസമയത്ത് വല്ലാത്ത വെപ്രാളവും ബേജാറും മാത്രമേ അവൻ അനുഭവപ്പെടുകയുള്ളൂ. വഇൻദൽ മൗഖിഫി ഇല്ലാ ഫളിഹതൻ വനകാല. അതേ സമയത്ത് ആ നാളെ മഹ്ശറിൽ റബ്ബിന്റെ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആ സ്ഥലത്ത് വെച്ച് വഷളത്തരവും അതേപോലെ റബ്ബിന്റെ ശിക്ഷയുമല്ലാതെ മറ്റൊന്നും തന്നെ പ്രതീക്ഷിച്ചിരിക്കേണ്ടതില്ലാത്ത വിധം എല്ലാ രംഗത്തും അസൂയക്കാരൻ അങ്ങേയറ്റം അപഹസിക്കപ്പെടുന്ന, അങ്ങേയറ്റം വഷളാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒരു ശൈലിയിലേക്കുമാണ് എത്തിപ്പെടുക എന്നത് പ്രത്യേകം ചിന്തിച്ചാൽ ഒരിക്കലും തന്നെ അസൂയ വെക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അസൂയ എന്ന് പറയുന്നത് അവന്റെ കൾച്ചറിന്റെ ഭാഗമാകാൻ പാടില്ല. കാരണം അസൂയക്ക് ഒരു നന്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിലും അതേപോലെ സാമൂഹ്യ ജീവിതത്തിലും മതപരമായ നമ്മുടെ പുരോഗതിയുടെ വിഷയത്തിലുമൊക്കെ തടസ്സമല്ലാതെ ഒരു പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള, ഒരു പ്രോഗ്രസിന് ആവശ്യമായിട്ടുള്ള ഒരു പ്ലസും അസൂയക്കാരന് ഈ ലോകത്തും പരലോകത്തും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുനിയാവ് നഷ്ടപ്പെടുത്തുന്ന, ആഖിറം നഷ്ടപ്പെടുത്തുന്ന അസൂയയുടെ ശൈലിയിലേക്ക് ചെന്ന് പെടരുത് എന്ന് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെ പ്രത്യേകമായി പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നൽകുന്ന ഏതനുഗ്രഹം ആർക്ക് കിട്ടിയാലും ആ അനുഗ്രഹം അല്ലാഹു അവന് കണക്കാക്കിയതാണ്. ആ കണക്കാക്കിയത് അല്ലാഹു തആല അദ്ദേഹത്തിന്
നൽകി എന്നല്ലാതെ ഒരിക്കലും തന്നെ ഞാൻ അതിന്റെ പേരിൽ കുശുമ്പ് കാണിക്കുന്നത് അത് പടച്ചോന്റെ തീരുമാനത്തോടുള്ള എന്റെ വെപ്രാളമാണ്, അല്ലെങ്കിൽ എന്റെ പ്രതിഷേധമാണ്. അള്ളാന്റെ തീരുമാനത്തോട് പ്രതിഷേധിക്കുന്നവൻ വാസ്തവത്തിൽ മലയോട് കല്ലെറിയുന്നത് പോലത്തെ ബുദ്ധിമോശമല്ലേ ചെയ്യുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ മഹാന്മാരുടെ ഉദ്ധരണികളൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് അസൂയ എന്നാണ്. അൽ മസ്അലത്തു സാനിയത്തു ഫി ഹഖീഖത്തിൽ ഹസദി, അസൂയയുടെ യാഥാർത്ഥ്യം. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാണുന്നതൊക്കെ അസൂയ അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണ്ടയില്ല, ഒരാളെ ആക്ഷേപിക്കാൻ നിൽക്കണ്ടയില്ല. മറിച്ച് എങ്ങനെ ആകുമ്പോഴാണ്, എന്ത് സംഗതി വരുമ്പോഴാണ് അസൂയ എന്ന് പറയാ, എപ്പോഴാണ് ഒരു സംഗതി അസൂയയായി മാറുക എന്നതാണ്. പറഞ്ഞു തുടങ്ങിയ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. ജാരങ്കണ്ടിക്ക് റിസാല വായിക്കാൻ റെഡി ഉണ്ടാ? എന്നാ ഇനി ലേശം നേരം എന്താക്കാൻ റിസാല വായിക്കാണ്. അവിടെ സ്റ്റേജൊക്കെ റെഡിയായി കൊണ്ട് നിൽക്കുകയാണ് ലൈവിന്റെ സ്ഥലത്ത്. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത് തുടങ്ങിയ എവിടെ എത്തുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ജാറങ്കണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മൈക്കിൽ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അതുവരെ തുടരാം. അല്ലേ, എന്താണ് ജാറങ്കണ്ടി ഉണ്ടാ? റിസാല വായനപ്പോ മുടങ്ങി പോവാ തോന്നുന്നുണ്ട്. പ്രവാസി വായനയൊക്കെ സ്റ്റേജ് റെഡിയായി വരുന്നുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാ. അപ്പൊ എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം തുടരാം അല്ലെ. അപ്പോ എത്തുമ്പോ നിർത്താം. അസൂയയുടെ അടിസ്ഥാനം ഇദാ അൻഅമല്ലാഹു അലാ അഖീക, നിന്റെ സഹോദരന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹം ചെയ്താൽ, ഫൈൻ അറത്ത സവാലഹ, ആ അനുഗ്രഹം അയാളിൽ നിന്ന് നീങ്ങിപ്പോകണം എന്ന് ഈ ആഗ്രഹിക്കുക. അത് ആഗ്രഹിച്ചാൽ ഫഹാദഹു അൽ ഹസദു, അതിനാണ് അസൂയ എന്ന് പറയാം. ഒരാൾക്ക് അല്ലാഹു തആല ഒരു അനുഗ്രഹം ചെയ്യുമ്പോ ആ അനുഗ്രഹം അയാളിൽ നിന്ന് നീങ്ങിപ്പോകണം എന്ന് നീ ആഗ്രഹിക്കുക. അത് നീക്കാൻ എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് ചിന്തിക്കുക. അതിനാണ് എന്ത് പറയാ, അസൂയ എന്ന് പറയാം. അതേ സമയത്ത് വൈനിസ്തഹൈതലി നഫ്സിക മിസ്ലഹ ഫഹാദഹു വൽ ഖിബ്തതു വൽ മുനാഫസ, അയാൾക്ക് കിട്ടിയതുപോലത്തെ അനുഗ്രഹം എനിക്കും കൂടെ കിട്ടണം എന്ന് ഈ ആഗ്രഹിക്കുകയാണെങ്കിലോ അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് നന്മയുടെ വിഷയത്തിലുള്ള മത്സരം എന്നേ പറയുള്ളൂ. മനസ്സിലായില്ലേ? നന്മയുടെ വിഷയത്തിലുള്ള മത്സരം എന്നേ പറയുള്ളൂ. അതിന് കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക് വലിയൊരു അനുഗ്രഹം കിട്ടി, അതേപോലെ അള്ളാഹു ഇനി ആക്കിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ഞാന് അയാളെ പോലെ ഞാനാകണില്ലെങ്കിൽ അയാൾക്കത് ഉണ്ടാകരുത് എന്ന് ചിന്തിക്കരുത്, അവിടെ പ്രശ്നമുള്ളൂ എന്ന്. പക്ഷെ അസൂയക്കാർക്ക് പലപ്പോഴും എന്താണ്, അവരെ പോലെ എനിക്ക് കിട്ടിയാലും എന്റെ പ്രശ്നം തീരൂല, മറിച്ച് ഓൻ എന്താക്കണം, കുത്തുവാളെടുക്കണം എന്ന അവസ്ഥ ഉണ്ടാക്കാം. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരാള് സാധാരണ പിന്നെ എന്ത് ചെയ്യണേ, ഒരാൾ ദ്വാരക്കും ഒരു നല്ല രാജ്യര് നല്ല മട്ടത്തിന് ഇതായിട്ടുള്ള അബൂജസീൽ ലൈവ് കൊടുക്കാൻ വേണ്ടി വന്ന ആളാണോ? അല്ല അല്ലേ? ഓക്കെ. അപ്പൊ അയാൾ ഇങ്ങനെ എന്നെ അഹമ്മദാജിനെ മാതിരി ആക്കണേ പഠിച്ചോനേന്ന് കുറെ വട്ടം ദ്വാരുന്നു. പക്ഷെ അഹമ്മദാജി നന്നായിട്ട് അങ്ങനെ പോകുന്നുണ്ട്, ഇയാള് പഴയ കണ്ടീഷനിൽ അങ്ങനെയും പോകുന്നുണ്ട്. കുറെ ആയപ്പോ മൂപ്പര് ദ്വയുടെ ശൈലി മാറ്റി. എന്നാ എന്നെ അഹമ്മദാജിനെ മാതിരി ആക്കണില്ലെങ്കിൽ അഹമ്മദാജിനെ എന്റെ മാതിരി ആക്കണേന്ന്. മനസ്സിലായില്ലേ? അഹമ്മദാജിനെ മൂപ്പരമാതിരി ആക്കാൻ, കുത്തുവാളെടുത്ത് 5 വയസ്സിന് വകുപ്പില്ലാത്ത ദരിദ്രവാസി ആക്കണേന്ന് ദ്വാരക്ക. ഇതാണ് എന്ത് അസൂയാർന്നത്. അപ്പൊ എന്നെ അഹമ്മദാജിനെ മാതിരി ആക്കണേന്ന് ദ്വാരുന്നത് കുഴപ്പമില്ല, അത് ആക്ഷേപാർഹല്ല. അത് ഒരു നന്മയിലുള്ള ഒരു അവസ്ഥയിൽ എനിക്കും അങ്ങോട്ട് എത്തണം എന്നുള്ളൊരു ചിന്തയാണ്. അതേ സമയത്ത് അഹമ്മദാജിനെ എന്റെ മാതിരി ആക്കണമെന്ന് പറയുന്നത് എന്താണ്, ശരിക്കുള്ള അസൂയാണ്. അതാണ് പറഞ്ഞത്. ഫൈനറത്ത, നിന്റെ സഹോദരന് ലഭിച്ച ഒരു അനുഗ്രഹം അത് നീങ്ങിപ്പോകണമെന്ന് നീ ആഗ്രഹിച്ചാൽ ഫഹാദഹു അൽ ഹസദു, അതിനാണ് അസൂയ എന്ന് പറയാ. വൈനിസ്തഹൈതലി നഫ്സിക മിസ്ലഹ, അയാൾക്ക് കിട്ടിയതുപോലത്തെ പ്ലസ് നിനക്കും വേണം, അയാൾക്കുണ്ടായതുപോലത്തെ അനുഗ്രഹങ്ങൾ അള്ളാഹു നിനക്കും തന്നെങ്കിൽ എന്ന് നീ ആഗ്രഹിക്കുന്നത് ഒരിക്കലും തന്നെ അസൂയല്ല, അത് ഒരു ഭാഗ്യത്തിന് നീ പ്രതീക്ഷിക്കലാണ്. അതേപോലെ തന്നെ നന്മക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹവുമാണ്, അതിന് കുഴപ്പമില്ല. അമ്മൽ അവ്വലു ഫഹറാമും ബികുല്ലി ഹാലിൻ, ഒരാൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹം നീങ്ങിപ്പോകണം എന്ന് ആഗ്രഹിക്കൽ അത് ഹറാമാണ് ഏത് അവസ്ഥയിലും. ഇല്ലാ നിഅമതൻ അസാബഹ ഫാജിറുൻ ഔ കാഫിറുൻ, ഒരു തമ്മാടിക്കോ അല്ലെങ്കിൽ അവിശ്വാസിക്കോ ലഭിച്ച ഒരു അനുഗ്രഹത്തിന്റെ വിഷയത്തിൽ ഒഴിച്ച്. യസ്തഈനു ബിഹാ അല ശർരി വൽ ഫസാദി, അയാൾക്ക് കിട്ടിയ അനുഗ്രഹം ഉപയോഗപ്പെടുത്തിയിട്ട് അയാൾ എന്താക്കുന്നു, അയാൾ കുഴപ്പത്തിന് അത് സഹായകമാക്കി ഉപയോഗിക്കുന്നു. അപ്പോൾ ഫലാ യളുറുക, നിന്നെ ബുദ്ധിമുട്ടിക്കില്ല, അഥവാ നിനക്ക് കുഴപ്പവും കുറ്റവും വരില്ല. മഹബ്ബത്തുക ലിസവാലിഹ, അത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക എന്നുള്ളത്. ഒരാൾക്കൊരു അനുഗ്രഹം കിട്ടി, ആ അനുഗ്രഹം നീങ്ങാൻ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്നൊരു ചെറിയ ഒഴിവ്. എന്താണ് ഒഴിവ്? ഒരാൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഉപയോഗപ്പെടുത്തി അയാൾ തിന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനാണ് നടത്തുക എന്ന് നമുക്ക് ബോധ്യം വരുമ്പോ
ഓന്റെ അനുഗ്രഹം നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കണം അല്ലെ? അധികാരം കിട്ടുക എന്നുള്ളത് ഒരു നിയമത്താണ്. ആ നിയമത്ത് ഒരാൾ ഉപയോഗപ്പെടുത്തി, പക്ഷെ അതെന്തിനു ഉപയോഗിക്കുകയാണ്? നമ്മളെ ശല്യം ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നീങ്ങിയിട്ട് വേറൊരാളിലേക്ക് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നും അപ്പുണ്ടാവില്ല എന്നർത്ഥം, അല്ലേ? അതാണ് ഒരു തെമ്മാടിക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം. ആ അനുഗ്രഹം ഉപയോഗിച്ച് അയാൾ തെമ്മാടിത്തരത്തിനും കുഴപ്പത്തിനാണ് അത് ഉപകരിക്കാമെങ്കിൽ ആ കുഴപ്പത്തിനുള്ള സഹായം നീങ്ങിപ്പോകാൻ വേണ്ടി ആഗ്രഹിക്കാം. കാരണം ഫൈന്നക അവിടെ നീ മാ തുഹിബ്ബു സവാലഹ അത് നീങ്ങിപ്പോകാൻ നീ ആഗ്രഹിക്കുന്നില്ല. മിൻ ഹൈസു ഇന്നഹാ നിഅമത്തുൻ അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് എന്ന നിലക്ക് അത് നീങ്ങിപ്പോണെന്ന് നീ ആഗ്രഹിക്കുന്നില്ല. ബൽ മിൻ ഹൈസു ഇന്നഹാ യതവസ്സലു ബിഹാ ഇലൽ ഫസാദി വശ്ശർരി വൽ അദാ ആ നിഅമത്തിന്റെ കെയറോഫിൽ ആ മനുഷ്യൻ നാശത്തിലേക്ക് ചെന്നുപെടുന്നു, അതേപോലെ തന്നെ കുഴപ്പത്തിലേക്ക് എത്തിപ്പെടുന്നു. അതിന്റെ പേരിൽ മാത്രം നീ അത് ആഗ്രഹിക്കുമ്പോൾ, നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുമ്പോൾ അതൊരിക്കലും തന്നെ അസൂയയല്ല. മനസ്സിലായില്ലേ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുഗ്രഹം ഒരാൾക്ക് കിട്ടിയത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കൽ പൊതുവായി എന്തല്ല, ആക്ഷേപാർഹല്ല. മറിച്ച് ആ കിട്ടിയ അനുഗ്രഹങ്ങൾ തിന്മക്കുപയോഗിക്കുകയും ആ അനുഗ്രഹങ്ങളെ തെറ്റിന് സഹായകമാക്കുകയും ചെയ്യുന്ന അവസ്ഥ കണ്ടാൽ പടച്ചോനെ ഓന്റെ ശക്തി ക്ഷയിപ്പിക്കണമെന്നോ ഓന് കൊടുത്ത അനുഗ്രഹം എടുത്തു കളയണേന്നൊന്നും പറയണേന് എന്തില്ലാന്ന്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കണേന് കുഴപ്പമില്ല. കാരണം എന്താ, അത് തെറ്റിനെ സഹായിക്കാതിരിക്കാനുള്ള ഒരു മാർഗം തന്നെയാണ്. ആ തെറ്റിൽ നിന്ന് അവനെ മാറ്റാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന കൊണ്ടും അതേപോലെ തന്നെ ആഗ്രഹം കൊണ്ടുമുള്ള സമീപനങ്ങൾ എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. പിന്നെ വല്ലതി യദുല്ലു അലാ അന്നൽ ഹസദ മാ ദക്കർന നമ്മൾ പറഞ്ഞ സംഗതിയാണ്. അതായത് പിന്നെ ഒരാൾക്ക് കിട്ടിയ അനുഗ്രഹം നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കലാണ് അസൂയ എന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞതിന് ഒരുപാട് ആയത്തുകൾ തെളിവുണ്ട്. ഒന്ന് ഹാദിഹിലായ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആയത്തന്നെ എന്ത് ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ വിശ്വാസത്തിന് ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റാൻ പറ്റുമോ എന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്ന? ഹസദം മിൻ ഇൻദി അൻഫുസിഹിം അവരുടെ ഭാഗത്തുള്ള അസൂയ കാരണത്താൽ. അഥവാ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈമാൻ എന്ന അനുഗ്രഹം അത് നീങ്ങിപ്പോകണമെന്ന് ആരാഗ്രഹിക്കുന്നു? അവരാഗ്രഹിക്കുന്നതു. അപ്പൊ ഫഅഖ്ബറ അള്ളാഹു അറിയിച്ചു അന്ന ഹുബ്ബഹും സവാല നിഅമത്തിൽ ഈമാനി ഈമാൻ എന്ന അനുഗ്രഹം നീങ്ങിപ്പോകാൻ അവർ ആഗ്രഹിച്ചത് അത് ഹസദുൻ അസൂയയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പൊ ഒരു അനുഗ്രഹം നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക അതെന്തിന്റെ പേരിലല്ല, ആ അനുഗ്രഹം കിട്ടിയിട്ട് അതുകൊണ്ട് തെറ്റിലേക്ക് പോണ ആള് അതിൽ നിന്നൊരു മാറ്റാൻ വേണ്ടിയല്ല എങ്കിൽ അതാണ് ആക്ഷേപാർഹമായിട്ടുള്ള അസൂയ. അങ്ങനെ കുറെ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ തന്നെ നമുക്ക് കാണാലോ, ഇൻ തംസസ്കും ഹസനത്തുൻ തസുഹും വഇൻ തുസിബുക്കും സയ്യിഅത്തുൻ യഫറഹു ബിഹാ. സൂറത്ത് ആല ഇംറാന്റെ 130-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വല്ല നന്മകളും വന്നു കിട്ടിയാൽ അതവരെ വേദനിപ്പിക്കും, അതേസമയത്ത് നിങ്ങൾക്ക് വല്ല തിന്മയുമാണ് കിട്ടണതെങ്കിലോ അതവരെ സന്തോഷിപ്പിക്കും. സത്യനിഷേധികളുടെ ഒരു സ്വഭാവം പറഞ്ഞെടുത്ത് പറഞ്ഞതാ, മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഒരു സന്തോഷം കിട്ടിയാൽ ഭയങ്കര വിഷമാണ് അവർക്ക്. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും സന്തോഷങ്ങളും അതിലൊന്നും ഒരിക്കലും വിഷമം പ്രകടിപ്പിക്കരുത്. ആ അനുഗ്രഹം അത് നിലനിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, നന്മക്ക് വേണ്ടി ഇത് ഉപയോഗിക്കല്ലേ, ആ ഉപയോഗിക്കണത് അങ്ങനെ തന്നെ നടന്നോട്ടെ എന്ന് ആഗ്രഹിക്കുക. അതിന് സ്റ്റേ വാങ്ങാനോ നടക്കുന്നത് എന്തിന്റെ ഭാഗമായിരിക്കും? ചിലപ്പോ ഈ അസൂയയുടെ ഭാഗമായിരിക്കുന്ന അവര് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. അതിനുവേണ്ടി ലക്ഷങ്ങളൊക്കെ ചെലവാക്കിയ പടച്ചോന്റെ കോടതിയിൽ എന്താവും, അതിന് മറുപടി പറഞ്ഞിട്ട് കുടുങ്ങുന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം എന്നാണ് അതിനൊക്കെ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടത്. നമ്മൾ ആരെയും പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ച് പറയണമെന്നല്ല, മറിച്ച് ഓരോരുത്തരും ചിന്തിക്കണം എന്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. ഒരിക്കലും തന്നെ ബാത്തിലിനെ സപ്പോർട്ട് ചെയ്യരുത്. അതേപോലെ തന്നെ പടച്ചോൻ നൽകുന്ന നന്മകൾ, ആ നന്മകൾക്ക് സഹായം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കണം. എന്റെ ഈ പ്രവർത്തനം കൊണ്ട് ഒരു വിദ്യാഭ്യാസ പദ്ധതി മുടങ്ങിപ്പോകരുത്. അതേപോലെ തന്നെ ഒരു 10 പാവപ്പെട്ട ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതി, ആ പദ്ധതി തകരാൻ കാരണമാകരുത് എന്നല്ലേ എല്ലാവരും ചിന്തിക്കേണ്ടത്. മറിച്ച് എത്ര സാധുക്കളെ പഠനം മുടങ്ങിയാലും കുഴപ്പമില്ല, എത്ര വിദ്യാഭ്യാസപരമായ തകർച്ച ഉണ്ടായാലും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ലൈവ് എത്തിയോ? ലൈവിന്റെ ആളാണോ? ദാറുസലാം 27 ലൈവ് കൊടുക്കാനാണോ? ഒന്ന് ആരെങ്കിലും ഒന്ന് PM ചോദിച്ചാൽ, അല്ലെ പിന്നെ ചിലപ്പോ നമ്മള് മൈക്ക് വിട്ടാലേ. ശരി, ഷമീം തന്നെയാണോ കൊടുക്കുക? ഷമീമായിരിക്കും കൊടുക്കുക അല്ലേ? ഓക്കെ. അല്ല, ചിലപ്പോ നാട്ടിൽ നിന്ന് അവിടുന്ന് ഏതെങ്കിലും ഒരു പീസ് റെഡിയാക്കിയിട്ടേ ഷമീമനെ ഏർപ്പാടാക്കിയതാണോ എന്നൊന്ന് ഷമീമുമായിട്ട് ബന്ധപ്പെട്ടോളി, ജാറങ്കണ്ടി ആരെങ്കിലും. അപ്പൊ ഏതായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അനുഗ്രഹത്തെ നീങ്ങിപ്പോകാൻ വേണ്ടി ആഗ്രഹിക്കൽ അത് ആക്ഷേപാർഹമായിട്ടുള്ള തിന്മയാണ്.
അത് തെറ്റാണ് എന്നാണ് ഈ ആയത്തുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപാട് ആയത്തുകൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു 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 അവസ്ഥയിൽ പിന്നെ കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അസൂയയുടെ സ്വഭാവങ്ങളിലേക്ക് ചെന്നുപെടാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ഈ ജൂതന്മാരുടെ സമീപനം ഒക്കെ നിഷേധാത്മക നിലപാട് മൊത്തം എന്തിന്റെ പേരിലാണോ എന്ന് അസൂയയുടെ പേരിൽ മാത്രമാണല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ വരുന്നതിന് മുമ്പ് ആ നബിതങ്ങളുടെ കെയർ ഓഫിൽ പടച്ചോനെ ഞങ്ങൾക്ക് ശത്രുക്കൾക്കെതിരെ സഹായം തരണമെന്ന് ദ്വാരന്നിരുന്ന ആൾക്കാരവര്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ഇസ്മായിലി സന്താന പരമ്പരയിൽ വന്നപ്പോ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിൽ അഥവാ ഇസ്രയേലികളുടെ പരമ്പരയിൽ അല്ല വന്നത് എന്ന ഒറ്റ കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരാകരിക്കാൻ ആര് തയ്യാറായത്? ആ വിഭാഗം ആളുകൾ തയ്യാറായത്. അതൊക്കെ അസൂയയുടെ പേരിലാണ് എന്ന് ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. കുറെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് ആയത്തുകൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ അതിന്റെ തെളിവുകളായിട്ട് വിശദീകരിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് കാണിച്ചിട്ടുള്ള അസൂയയുടെ സ്വഭാവം അതൊക്കെ എന്താക്കും ഇവിടെ അസൂയക്കുള്ള തെളിവായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പലതും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കുക, ചില സംഗതികള് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അയാൾക്കുള്ളത് പോലത്തെ അനുഗ്രഹങ്ങൾ എനിക്കും കൂടെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തല്ല? അസൂയല്ല. അയാൾക്കുള്ള അനുഗ്രഹങ്ങൾ എനിക്കും കൂടെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അസൂയല്ല. തുടങ്ങിയോ? ലൈവ് കൊടുക്കാൻ ഒരാളെ കിട്ടണ്ടേ? മൈക്കൊന്ന് വാങ്ങാൻ ഒരാളെ കിട്ടിയാലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏതായാലും ഇനിയിപ്പോ നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ട് ഇപ്പൊ നിർത്തിയാൽ ശരിയാവില്ല തോന്നുന്നു എനിക്ക്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അർഹമർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഖൈറായ സംഗതികളൊക്കെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ മനസ്സിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇവിടെ ഇതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതും. അപ്പൊ നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ സജീവമായി നന്മയുടെ ഭാഗത്ത് നമ്മൾ നിലനിർത്തണം. സ്വാഭാവികമായിട്ടും ഒരാൾക്ക് നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുന്നത് കാണുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു വിഷമമൊക്കെ ചിലപ്പോൾ ആർക്കും തോന്നിന്ന് വരും. പക്ഷെ ആ തോന്നുന്നതിനനുസരിച്ച് എന്താകാൻ പാടില്ല, അതിന്റെ പുറകെ നമ്മൾ ഓട്ടോറിക്ഷ ഒഴിച്ച് പോകാൻ പാടില്ല. അതാ പ്രശ്നം. അതാ നേരത്തെ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. നിന്റെ മനസ്സിൽ അയാളോട് എന്തെങ്കിലും ഒരു ചെറിയത് തോന്നുമ്പോ നിന്റെ കയ്യിനെയും അതേപോലെ തന്നെ നിന്റെ നാവിനെയും അതിന്റെ പുറകെ നീ തുടർത്തരുത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. മറിച്ച് നമ്മുടെ മനസ്സിനെ മാക്സിമം നന്നാക്കാൻ വേണ്ടി അല്ലാഹുവേ എന്റെ കൽബിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഒരു അവസ്ഥ, ആ ഒരു പിന്നെ അവസ്ഥ നീ തരണം എന്ന് റബ്ബിനോട് നമ്മളെ മനസ്സ് നന്നാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കൽബ് നന്നാവുക നന്നാവാതിരിക്കുക എന്ന് തന്നെയാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ദുരന്തവും അതേപോലെ തന്നെ പലർക്കുള്ള സൗഭാഗ്യവും. നേരത്തെ നമ്മൾ സ്വർഗാവകാശിയായ ആ സഹാബിയുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടത് എന്താ? ആ പിന്നെ സ്വർഗാവകാശിയായ സഹാബിയുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടത് പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരാളോടും എന്തില്ല, ഒരു കുശുമ്പും തോന്നിയിട്ടില്ല. അപ്പോഴെന്നല്ലേ വാസ്തവത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സഹാബി എന്ന് പറഞ്ഞത് ഇതൊരാൾക്കും സാധ്യമല്ല. അപ്പൊ അവിടെയാണ് സംഗതി. നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കാൻ പിന്നെ വിഷമങ്ങളൊക്കെ അല്ലെങ്കിൽ ദുസ്വഭാവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം. പക്ഷെ ഉള്ള ദുസ്വഭാവങ്ങൾ ഓരോ ദിവസവും ഓരോന്ന് കുറച്ചു കൊണ്ടുവരാൻ, അതില്ലാണ്ടാക്കാൻ, അങ്ങനെ ക്ലിയറായ ഒരു മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറാൻ അതിനു വേണ്ടിയുള്ള സജീവമായ ശ്രമം, കഠിനാധ്വാനം അത് നമ്മൾ നടത്തണം. അത് നടത്തുന്നിടത്ത് നമുക്ക് എത്രത്തോളം വിജയിക്കാൻ സാധിക്കുന്നു അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടേതായിട്ടുള്ള പിന്നെ ഈമാനിന്റെ പുരോഗതി നൽകും എന്ന് മനസ്സിലാക്കുകയും ആ സ്വഭാവം അതായിരുന്നു കഴിഞ്ഞ കാലത്ത് ജീവിച്ച സ്വാലിഹീങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലേ? അവിടെയാണ് ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങളും അല്ലാത്തവരും വേർപിരിയുന്നത്. പലതിന്റെയും പേരിലുള്ള ശത്രുത. ആ ശത്രുത പലപ്പോഴും മനുഷ്യന്റെ ഈമാനികമായ നാശത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കും. അവന്റെ ഈമാനിന്റെ ഓരോ അംശവും കാർന്നെടുത്ത് തിന്നുന്ന ഒരു വല്ലാത്തൊരു ക്യാൻസറായി ഈ സംഭവം മാറും. അപ്പൊ പിന്നെ ഏതു വിധേനയും അയാളെ തകർക്കുക എന്ന ഒറ്റ അജണ്ട മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരും. ആ അജണ്ടയായിട്ട് ആളുകൾ മുന്നോട്ട് പോയാൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ മാത്രമല്ല
ദുനിയാവ് തന്നെ ഒരു വഷളാകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോ റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിച്ചു മുന്നോട്ട് പോകാനുള്ള ശ്രമം നമ്മൾ ശരിക്ക് കുനൂത്ത് ഓതുന്ന സമയത്ത് അതിന്റെ ആശയം നമ്മൾ ഉൾക്കൊണ്ടാൽ അല്ലെ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, പടച്ചോനെ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത എന്നിങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് പിന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഫഇന്നക തഖ്ലി വലാ യുഖ്ലാ അലൈക എന്ന് തുടങ്ങിയിട്ട് അതിന്റെ കാരണം വിശദീകരിക്കുന്ന ആ സംഗതികൾ ശരിക്കൊന്ന് മനസ്സിരുത്തി നമ്മൾ ചിന്തിച്ചാൽ മതി. ഞാനിവിടെ എന്ത് മലമറിച്ചിട്ടും കാര്യമല്ല, എന്തൊക്കെ പദ്ധതി തയ്യാറാക്കിയിട്ടും കാര്യമല്ല, അർഹമുർറാഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കണക്കാക്കിയതല്ലാതൊന്നും എനിക്ക് കിട്ടൂല. മറ്റൊരാൾക്ക് കണക്കാക്കിയതൊന്നും ഞാൻ അസൂയ വെച്ചുകൊണ്ട് നീക്കിക്കളയാനും കഴിയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാകും, മറ്റുള്ളവർക്ക് സ്വസ്ഥത ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ഈമാൻ തകരാതെ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ മൈക്കൂടുന്നു അർഹമുർറാഹിമായ അല്ലാഹു നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ സൽക്കർമ്മങ്ങളായി കബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല സ്വഭാവം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടുകൂടെ എന്റെ IMM പിന്നെയും പോയാ IMM ലൈവ് വന്നിരുന്നു, അദ്ദേഹം പിന്നെയും പോയി. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ വരുമെന്ന് വിചാരിക്കുന്നു. അർഹമുർറാഹിമായ റബ്ബ് നമുക്കെല്ലാവർക്കും നമ്മുടെയൊക്കെ ഖൽബ് അല്ലാഹു തആല ശുദ്ധിയാക്കി തരട്ടെ. നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല സന്തോഷത്തിലാക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് ഈ വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നന്മകളൊക്കെ വർദ്ധിപ്പിക്കാൻ, സ്വലാത്തിന്റെ വാർഷിക മാസമാണ്, അതുകൊണ്ട് തന്നെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനൊക്കെ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച യഥാർത്ഥ ദീനിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും അത് പ്രചരിപ്പിക്കാനും അതിന്റെ രംഗത്ത് നമ്മൾ മുന്നണി പോരാളികളായി നിലകൊള്ളാനും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ദുആ കൊണ്ട് നമ്മോട് ഏൽപ്പിച്ചവർ, നാം ദ്വാരക്കാമെന്ന് ഏറ്റെടുത്തവർ, ജീവിതത്തിൽ നമുക്ക് കടപ്പാടുള്ളവർ, ദീനീ ഖിദ്മത്തിന്റെ രംഗത്ത് നമുക്ക് സഹായം തന്നിട്ടുള്ളവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ദോഷങ്ങൾ അല്ലാഹു പൊറുക്കുമാറാവട്ടെ. രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കുമാറാവട്ടെ. അർഹമുർറാഹിമായ റബ്ബ് നമ്മുടെ കടങ്ങൾ വീട്ടി തരുമാറാവട്ടെ. നല്ല ഉദ്ദേശം